PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളെ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും തകൃതിയായിട്ടുള്ള അവസാന റിവിഷനിലായിരിക്കും അല്ലേ. റിവിഷനൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ എളുപ്പമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ അധികം ടെൻഷനൊന്നും അടിക്കാതെ നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ടെൻഷനൊന്നും അടിക്കാതെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുക കേട്ടോ. ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളിന്ന് റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള മുൻവർഷ ചോദ്യങ്ങളെ സെലക്ട് ചെയ്തിട്ടാണ് ഈ റിവിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് കേട്ടിരിക്കുക. താങ്ക് യു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഭാഗത്തുനിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഏതാ? തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയാണ്. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താ? ഓഫ് കോഴ്സ് ISRO. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനം ISRO രൂപീകൃതമായ വർഷം എന്നാണ് പഠിച്ചിരുന്നല്ലേ, 1960. ഇവിടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം നമ്മൾ പറഞ്ഞിരുന്ന ഏതാ? ദക്ഷിണ ഗംഗോത്രി. 2020 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച അമസോണിയ 1 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിന്റേതാണ്? ബ്രസീലിന്റേതാണ്. LDC മെയിൻസ് ചോദിച്ചുള്ള ചോദ്യമായിരുന്നേ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്ക് ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2021 ചോദിച്ച ചോദ്യം ഏതാ? IRNSS ആണ് കേട്ടോ. ഇനി ISRO ബന്ധപ്പെട്ട് പ്രസ്താവന അപഗ്രഥിച്ച് താഴ്മേണ്ട ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? ISROയുടെ ആസ്ഥാനം ബംഗളൂരുവാണ്. ശരിയാണോ? ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനം നമ്മൾ പഠിച്ചല്ലേ, ശരിയാണ്. അതുപോലെ സ്ഥാനം പറഞ്ഞ ഉപഗ്രഹം NCVS-01 ആണ്. ശരിയാണോ? ശരിയാണ്. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. 1, 2 ശരി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഏതാ? 10th level സ്റ്റേജ് 4 ചോദിച്ചുള്ളൂ. നമ്മൾ പറഞ്ഞു 2019 ജൂലൈ 22-നാണ്. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരാ? മുത്തയ്യ വനിതയാണ്. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? എവിടെ നിന്നാ? ഒഡീഷയിൽ നിന്നാണ് കേട്ടോ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചു നേരം പഠിച്ചൊരു ഇക്വേഷൻ ഇവിടെ ഇല്ലേ? ഏതാ അത്? നോക്കിക്കേ, ഓപ്ഷൻ ഏതാ? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 5 ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ, ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാ വരുന്നേ? നമ്മൾ പഠിഞ്ഞിരുന്നു എന്താണ്? ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം ഏതാ? F=R/2. അപ്പൊ ഇതിനകത്ത് ഈ സമവാക്യം ഉണ്ടോ എന്ന് നോക്കിയേ. ഇല്ലേ? ഓപ്ഷൻ A F=R/2. അപ്പൊ സമവാക്യം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉത്തരം ഏത് തന്നെയാണ്? ഓപ്ഷൻ A ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. അപ്പോ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? എന്താ? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം എത്രയാ? 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിത് ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞ എല്ലാവരും. F= എന്താണ്? R/2 ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോന്നോരോ നോക്കിക്കേ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ ആദ്യം എന്താണ് കൊടുത്തേക്കുന്നത്? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ വക്രത ആരം പറയുമ്പോ ഏതാ വരുന്നേ? R ആണല്ലേ വരുന്നേ. അപ്പൊ R= എത്രയാ? 40. വക്രത ആരം 40 സെന്റിമീറ്റർ ആണെന്ന് വ്യക്തമായിട്ട് ചോദ്യത്തിൽ എന്താണ് കൊടുത്തിട്ടുണ്ട്. അപ്പോ R കിട്ടിയേ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? F=R/2 ആണ്. അപ്പൊ R എന്ന് പറഞ്ഞ എത്രയാ? 40 ഡിവൈഡഡ് ബൈ എത്ര വരും? 2 വരും. അപ്പൊ 40 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോ എത്ര കിട്ടും? നോക്കിക്കേ, 40 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിയുമ്പോ എത്ര കിട്ടുന്നേ? 20. പകുതി വരും അല്ലേ? പകുതി വന്നു കഴിയുമ്പോ എന്ത് വരും? 20. അപ്പൊ എന്ത് വരും? 20 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 20 സെന്റിമീറ്റർ ഉണ്ടോ എന്ന് നോക്കിയ ഓപ്ഷനില്. എവിടെയാ? 20 സെന്റിമീറ്റർ ഉണ്ടോ? ഓപ്ഷൻ D ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാ? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ്. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം. F=R/2 ആണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വക്രത ആരം 40 സെന്റിമീറ്റർ. അപ്പൊ R= എത്രയാ? 40 സെന്റിമീറ്റർ ആണ്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നേ? ഫോക്കസ് ദൂരമാണ് കണ്ടുപിടിക്കാൻ. ഫോക്കസ് ദൂരം F എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ എത്രയാ? F=40 ഡിവൈഡഡ് ബൈ 2 എത്ര സെന്റിമീറ്റർ വരും? 20 സെന്റിമീറ്റർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതുപോലെ വേറൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ.
ഒരു റിവ്യൂ മിററിന്റെ വക്രതാരം 12 മീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എടുത്തിട്ടേ എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു. അപ്പൊ ഇവിടെ ഫോക്കസ് ദൂരമാണല്ലേ ചോദിച്ചേക്കുന്നത്, എഫ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. വക്രതാരം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ട് എത്രയാ 12. അപ്പൊ 12 ഡിവൈഡ് ബൈ 2. 12 ഡിവൈഡ് ബൈ 2 12 ഡിവൈഡ് ബൈ എത്രയാണ് 6 ആണ് അല്ലെ. 6 മീറ്റർ ആണ് വരിക. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എയിലുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ ഒന്നോടെ ഞാൻ പറയാം, നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. എന്താണ് എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു. എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ചോദിച്ചേക്കുന്നത്, ഫോക്കസ് ദൂരമാണ് ചോദിച്ചേക്കുന്നത്. വക്രത ആരോടെ കൊടുത്തിട്ടുണ്ട് ചോദ്യത്തിൽ 12 ഡിവൈഡ് ബൈ ഇവിടെ എടുത്ത് എഴുതുക 2. എത്ര എടുക്കുക, 12 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6 മീറ്റർ കിട്ടും. അപ്പൊ 6 മീറ്റർ ഓപ്ഷനിൽ ഇല്ലേ, ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യമുണ്ട്. ആർ ഇസിക്കൽ ടു 2f എന്ന സമവാക്യം ഉപയോഗിച്ച് ഗണിത പ്രശ്നങ്ങൾ, ആർ ഇസിക്കൽ ടു 2f എന്ന സമവാക്യം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ കൂടി സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുകൂടി നോക്കാം. ഒരു ബസ്സിൽ റിയോ മിറർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ്. അതിന്റെ വക്രതാരം നിർണ്ണയിക്കുക. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, ആർ ഇസിക്കൽ ടു 2f. ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഇത് വച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. ഇവിടെ ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഇത് പറഞ്ഞേക്കുന്ന എത്രയാ, ഫോക്കസ് ദൂരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫോക്കസ് ദൂരം 0. അപ്പൊ നമ്മള് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, 2 ചോദ്യം വെച്ച് മനസ്സിലായി വിചാരിക്കുന്നു. എന്താണ് എഫ് ഇസിക്കൽ ടു ആർ ബൈ 2 വെച്ച് നമ്മൾ ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള ഇക്വേഷൻ വെച്ച് നോക്കി. ഇനി നമുക്ക് നേരെ ഈ ഒരു ചോദ്യം തിരിഞ്ഞു വന്ന എങ്ങനെ ചെയ്യും. ഇവിടെ എന്താ ചോദിച്ചേക്കുന്ന ഈ ചോദ്യത്തില്, ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള, അതായത് ഒരു റിവ്യൂ മിററിന്റെ വക്രതാരം 12 മീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ അല്ലെ. കഴിഞ്ഞ ചോദ്യത്തിലും എന്ത് തന്നെയാണ്, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ് ചോദിച്ചേക്കുന്നത്. ഈ 2 ചോദ്യത്തിലും എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, ഫോക്കസ് ദൂരമാണ് ചോദിച്ചേക്കുന്നത്. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എന്റെ കൂടെ പറഞ്ഞേ, എഫ് ഇസിക്കൽ ടു ആർ ബൈ 2 ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ച് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് എല്ലാം എടുത്ത് പറക്കി വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഇനി ചോദ്യം തിരിഞ്ഞു വന്നാൽ, അതായത് ഒരു ബസ്സിൽ റിവ്യൂ മിററായി ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ് ഇവിടെ കൊടുത്തത്. നെറ്റ്വർക്ക് ചോദ്യം എങ്ങനെയാ, ഫോക്കസ് ദൂരം ചോദിച്ചേക്കാണ്. ഇവിടെ വക്രത ആരം അവിടെ തന്നിട്ട് ഫോക്കസ് ദൂരം ആയിരുന്നു ചോദിച്ചെങ്കിൽ ഇവിടെ എന്താണ്, ഫോക്കസ് ദൂരം തന്നിട്ട് വക്രത ആരം നിർണ്ണയിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ. നോക്കിക്കേ, ഒരു ബസ്സിലെ റിവ്യൂ മിററിന്റെ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം നിർണ്ണയിക്കാനാണ് ഈ ഒരു ചോദ്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ചോദ്യം നേരെ തിരിഞ്ഞു വന്നില്ലേ. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും, നേരത്തെ നമ്മള് എന്താണ് ഫോക്കസ് ദൂരം കണക്കാക്കാൻ എഫ് ഇസിക്കൽ ടു ആർ ബൈ 2 ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വക്രത ആരം കണക്കാക്കാൻ ഉപയോഗിക്കേണ്ടതാണ് ആർ ഇസിക്കൽ ടു 2f എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം എഫ് ഇസിക്കൽ ടു ആർ ബൈ 2 ആണ്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നേ, ഒരു വക്രത കണക്കാക്കാനുള്ള ഇക്വേഷൻ വരുമ്പോ എന്ത് വരും, ആർ ഇസിക്കൽ ടു 2f. അപ്പൊ ഈ ചോദ്യം നോക്കിക്കേ, ഒരു ബസ്സിന്റെ റിവ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ്. അതിന്റെ വക്രത ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ നോക്കിയാലോ. അപ്പൊ എഫ് എന്ന് പറഞ്ഞ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞ ഇവിടെ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, 0.5 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വക്രത ആരം 6 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആർ ഈസിക്കൽ ടു എന്താണ് 2 into 0.5 is equal to എത്ര വരും, 2 into 0.5 എന്ന് പറയുമ്പോ 1 മീറ്റർ വരും അല്ലെ. എത്രയാണ്, 1 മീറ്റർ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. അത് തിരിഞ്ഞു പോവരുത്, ഇക്വേഷൻ നമ്മൾ മാറിപ്പോവാണ്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് വക്രത ആരം കണ്ടുപിടിക്കാൻ ആർ ഇസിക്കൽ ടു 2f വരുന്നത്, മറ്റേത് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ എഫ് ഇസിക്കൽ ടു ആർ ബൈ 2 ആണെന്ന് കൂടി ഓർക്കട്ടെ. ഇക്വേഷൻ മാറിപ്പോവാതെ നോക്കണേ. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു കേബ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം, ആർ ഇസിക്കൽ ടു 2f ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ, ഒരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ മനസ്സ് കണക്കൂട്ടി നോക്കിക്കേ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഇപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഇസിക്കൽ ടു 2f ആണല്ലേ ഇക്വേഷൻ. അപ്പൊ ഓരോന്നും എടുത്തെടുത്ത് ചെയ്ത് നോക്കിയാലോ. ഇവിടെ പറഞ്ഞേക്കാണ് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞ എത്രയാ, എഫ് ഇസിക്കൽ ടു 12 ആണ് അല്ലെ. അപ്പൊ 6 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആർ ഈസിക്കൽ ടു 2f ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം, 2 into
12 ചെയ്യാം അല്ലെ. 2 into 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നോക്കിക്കേ, 24 സെന്റിമീറ്റർ ആണ് കിട്ടുക. 24 സെന്റിമീറ്റർ അവിടെ ഉള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. LDC എക്സ് സർവീസ്മാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ 2021. അപ്പൊ നമുക്ക് ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാണ്ട് ചെയ്ത് നോക്കാം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന്റെ ഭൂമിയിൽ എത്താൻ സമയം എത്ര മതിയാകുന്നു പഠിച്ചിരുന്നല്ലേ? 8.2 മിനിറ്റ് ആണ് വരിക. അടുത്ത ചോദ്യം, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? 30 ഡിഗ്രി ആണ്. അതുപോലെ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതന കോണും 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാ? അതും 60 ഡിഗ്രി ആയിരിക്കും. അടുത്ത്, 2 സമതല ദർപ്പണ ഒരു ജോഡി അരിവുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഏത് കോണളവ് ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ഇവിടെ ക്രമീകരിക്കുമ്പോഴാണ് 30 ഡിഗ്രി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന എപ്പോഴും മിഥ്യാപ്രതിബിംബം ആയിരിക്കും. ഒരു കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. നമ്മൾ പഠിച്ചിരുന്നല്ലേ? 2 പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സ്ട്രീറ്റ് ലൈറ്റുകളെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. സ്ട്രീറ്റ് ലൈറ്റിൽ ഏതാ നമ്മൾ പഠിച്ചു? കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നല്ലേ? കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുക. വ്യത്യസ്തമായി മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? നമ്മൾ പഠിച്ചിരുന്നല്ലേ? ഏതാ അത്? അപവർത്തനം. ഗാന്ധി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചാണ് 2023. അടുത്തത്, പ്രകാശത്തിന്റെ പ്രകീരണത്തിന് കാരണം എന്താ? അത് നമ്മൾ പഠിച്ചിരുന്നു. അപവർത്തനമാണ്. യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 2 2023 ചോദിച്ചതാണ്. വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ്. ആ തിളക്കത്തിന് കാരണം എന്താണ്? നിങ്ങൾ പഠിച്ചിരുന്നല്ലേ? ഏതാ കാരണം? പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. +2 ലെവൽ പ്രിലിം സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ളതാണ്. മരീചിക എന്ന പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്. എന്താ? പൂർണ്ണാന്തരിക പ്രതിഫലനം. ഇത് നമ്മൾ നോക്കി. വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രതിഭാസം. നമ്മൾ പഠിച്ചിരുന്നല്ലേ? ഏതാ? പ്രകീരണമാണ്. പ്രകീരണം. LGSലും ഗാന്ധി ബോർഡിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആകാശ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം നമ്മളിപ്പോ നോക്കിയല്ലേ? ഏതാ? വിസരണമാണ്. LGS ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, മഴവിൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം. മഴവിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പ്രകീരണം മൂലമാണ്. LDC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മഴവിൽ ഉണ്ടാകുന്നതിന് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? നോക്കിക്കേ, അപവർത്തനം, ആന്തര പ്രതിപതനം, പ്രകീരണം തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായി തീരാറുണ്ട്. VOക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. ഒരു ദ്വിതീയ മഴവിന്റെ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്രയാണ്? 54.2 ഡിഗ്രി ആണ്. മഴവിൽ ഉണ്ടാകുന്ന കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? എയും ബിയും. ആന്തരിക പ്രതിഫലനവും അപവർത്തനവും കാരണമായിട്ട് എയും ബിയും സിയും കാരണമുണ്ട്. എന്നാൽ പ്രകീരണവും കാരണമായി തീർന്നു. അപ്പൊ എയും ബിയും സിയും കാരണമാകുന്നു എന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? നമ്മൾ പഠിച്ചിരുന്നല്ലേ? ഏത് നിറത്തിനാ? ഓറഞ്ച് നിറത്തിനാണ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 2 ചോദിച്ച ചോദ്യമാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? ഏതാ? മഞ്ഞ നിറമായിരിക്കും കിട്ടുക കേട്ടോ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ നിറം കിട്ടുന്നതായിരിക്കും. സാധാരണ TV റിമോട്ട് കൺട്രോൾ പാനലിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാ? TV റിമോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ? ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഉപയോഗിക്കുക. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗമാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. UV തരംഗം ലോഹപാത്രത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ആ തരംഗം എന്താണ്? പതിച്ച ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക. ഏത് തരംഗം സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടാവുക? X തരംഗം ശ്രവണ പരിധി നമ്മൾ നോക്കിയിരുന്നല്ലേ? ഏതാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണെന്ന് ഓർക്കുക. അപ്പൊ അതേതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 10th ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവർത്തിയുടെ താഴ്ന്ന പരിധി എത്രയാ? 20 ഹെഡ്സ് ആണ് അല്ലെ? ഗാന്ധി ബോർഡ് LDC പ്രിലിം സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? നമ്മൾ പഠിച്ചില്ലേ? ഏതാ? ഡെസിബൽ ആണ്. ഡെസിബൽ. ഓപ്ഷൻ ഡി യൂണിവേഴ്സിറ്റി LGS ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശബ്ദത്തിന്റെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ? ഖരവസ്തുക്കളാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുക. പിന്നെ ദ്രാവകത്തില് ഏറ്റവും അവസാനം ഏറ്റവും വേഗത കുറഞ്ഞത് എവിടെയാ? വായുവിലാണ് നമ്മൾ പഠിച്ചിരുന്നു. ഇനി ശബ്ദതരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ് ശബ്ദത്തിന്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നോക്കിക്കേ, അനുദൈർഘ്യ തരംഗമാണ്. ശരിയാണോ? ശരി തന്നെയാണ്. 2 എന്താ? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മാധ്യമം ആവശ്യമല്ലേ?
ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. 4 എന്താണ്? അനുപ്രസ്ഥ തരംഗമാണോ? തെറ്റാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ശരിയാണോ? ശരി തന്നെയാണ്. അപ്പൊ 1ഉം 3ഉം 4ഉമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ ചോദിച്ച ചോദ്യമായിരുന്നു. 20 ഹെഡ്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതലുള്ള ആവർത്തി ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വരുന്നത്? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണോ? ശരിയാണ്. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുന്നു കേൾക്കാനും സാധിക്കും. ശരിയാണോ? ശരിയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരിയായത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 10th ലെവൽ ചോദിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശബ്ദത്തെക്കുറിച്ചും ശബ്ദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. അപ്പൊ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതിനകത്ത് SCRTയും പ്രീവിയസ് ഇയർ സെറ്റും അതുപോലെ പൊതുവിജ്ഞാനം, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഭരണ സംവിധാനവും അങ്ങനെ എല്ലാം കൃത്യമായിട്ട് 11 സെറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളോട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഒരു വസ്തുവിന്റെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണ്? നമ്മൾ പഠിച്ചിരുന്നല്ലേ? 10th ലെവൽ പ്രിലിം സ്റ്റേജിൽ 4 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. ബലമാണ്. നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? എന്താണ്? ബലം അളക്കാനുള്ള ഏകകമാണ് ന്യൂട്ടൺ. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3ൽ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഏതാ? ന്യൂട്ടൺ തന്നെയാണല്ലേ. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 4 ചോദിച്ചുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തെരഞ്ഞെടുക്കുക. താഴെ പറയുന്ന ഏതാണ് പ്രകൃതിയിലെ അടിസ്ഥാന ബലം? പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ? ഏതാ? ഭൂഗുരുത്വ ബലമാണ് പ്രകൃതിയിലെ അടിസ്ഥാന ബലം. ഫയർമാൻ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാ? ഉറപ്പായിട്ട് ഭൂഗുരുത്വാകർഷണ ബലമാണല്ലേ, നമ്മൾ പഠിച്ചിരുന്നു. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 4 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്തത്: വായുവിൽ ഉണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? എങ്ങനെയാണ് വായുവിൽ ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാനായിട്ട് സാധിക്കുക? സ്ട്രീം ലൈനിങ്ങിലൂടെ സാധിക്കും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. വാഹനങ്ങളെ യന്ത്രങ്ങളുടെയും ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. എന്ത് ഘർഷണം മൂല? നിരങ്ങൽ ഘർഷണം മൂലമാണ് കേട്ടോ. +2 ലെവൽ പ്രിലിം സ്റ്റേജ് 2ൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം: പ്രസ്താവന ചലിക്കും തന്മാത്രയുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിംഗുകൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ എന്താണ്? എസും ആറും ശരിയാണ്. എസിന് ഉള്ള ശരിയായ വിശദീകരണമാണ് 6 എന്ന് പറയുന്നത്. അടുത്തത്: ഒരു വസ്തുവിന്റെ ചലനത്തെ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഏതാണ് ഒരു വസ്തുവിന്റെ ചലനത്തെ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്? നെഗറ്റീവ് ആണ് കേട്ടോ. ഉരുള ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? ഉരുള ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും അല്ലെ? കുറവായിരിക്കും എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത്: ഒരു വാതകത്തിൽ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം. ഒരു ദ്രാവകത്തെ വാതകമാക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഏതാണ്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. അടുത്ത ചോദ്യം: പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിന്റെ കാരണം കൊണ്ടാണ്. ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ആഹാരം പാചകം ചെയ്യുക. പ്രഷർ കുക്കറിൽ ചെറുതുള്ള എത്രയാ? 120 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പഠിച്ചിരുന്നല്ലേ? അപ്പൊ എത്രയാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ എന്ത് വരും? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട് എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം: ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ഡാഷ്. എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? മർദ്ദം കുറവാണ്. എന്താണ്? മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുന്നു, ജലത്തിനടിയിലേക്ക് പോകുന്തോറും മർദ്ദം കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലേ? അടുത്ത ചോദ്യം: വാതകത്തിലെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക എന്നതാണ്. അടുത്ത്: ദ്രാവകത്തിന്റെ ഒരു വസ്തുവിൽ ഭാരനഷ്ടവും അത് ആദേശ ദ്രവ്യത്തിന്റെ ഭാരവും തുല്യമാണ്. ഈ പ്രസ്താവനയുടെ തത്വം ഏതാണ്? ഏതാണ്? ഉറപ്പായിട്ട് നമ്മുടെ ആർക്കിമിഡീസ് തത്വമാണ് അല്ലെ? അന്തർവാഹിനി നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്താ? നമ്മൾ പറഞ്ഞിരുന്നു ആർക്കിമിഡീസ് തത്വമാണ് അന്തർവാഹിനി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അടുത്ത ചോദ്യം: ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? നമ്മൾ പറഞ്ഞിരുന്നു ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ജലദ്രാവ്യത്തിൽ അനുഭവപ്പെടുന്ന
മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കുന്നു. ഏതാത്? പാസ്കൽ നിയമമാണ്. ഏതാണ്? പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്കിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. ഏതാണ് ഹൈഡ്രോളിക് ബ്രേക്കിന് ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നല്ലേ? ഏതാത്? പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കിന് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രവർത്തന തത്വം എന്താ? ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാ? പാസ്കൽ തത്വമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെയും പ്രവർത്തന തത്വമായിട്ട് വരുന്നത്. ഒരു മണ്ണുമാന്ത്രി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിന് പ്രധാനമായി ഉപയോഗിച്ചിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാ? ഉറപ്പായിട്ടും നമ്മുടെ പാസ്കൽ നിയമം തന്നെയാണ് മണ്ണുമാന്ത്രി യന്ത്രത്തിലും ഉപയോഗിക്കുന്നത്. ദ്രാവക ഉപരിതല തന്മാത്രയുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണ്? പ്രതല ബലത്തിന് കാരണം ഏതാണ്? കൊഹിഷൻ ബലമാണ് അല്ലെ? ദ്രാവക ഉപരിതല തന്മാത്രയുടെ പ്രതല ബലത്തിന് കാരണം ഒരേ തന്മാത്രകൾ അടുത്തടുത്ത് വരുന്ന ഏതാ? കൊഹിഷൻ ബലമാണ്. വ്യത്യസ്ത വരുന്ന ഏതാ? അഡ്ഹീഷൻ ബലമാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ? ഇനി മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താ? പ്രതല ബലമാണ്. നമ്മൾ പറഞ്ഞിരുന്നു മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതല ബലമാണ്. ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം അങ്ങനെ ചോദിച്ചാലും എന്ത് തന്നെയാണ്? പ്രതല ബലം തന്നെയാണ്. ഇനി കാപ്പിലറി കുഴലുകളിലൂടെ ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണം എന്താണ്? എന്താണ് കേശിക ഉയർച്ചയ്ക്ക് കാരണം? പ്രതല ബലമാണ് കേശിക ഉയർച്ചയ്ക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ബലവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതുകൂടാതെ എന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നോക്കിപ്പോയിട്ടുണ്ട്. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സുകളൊക്കെ ഇടുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആർക്കെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ 200 ഡേ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 70ഓളം വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 200 ഡേ മിഷൻ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 11ഓളം സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. ഇതിൽ സോഷ്യൽ സയൻസ്, SCRT, പൊതുവിജ്ഞാനം, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് കൂടാതെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനം, പ്രീവിയസ് ഇയർ സെറ്റുകൾ, SCRT 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനും ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറ്റുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ കുറേ ടോപ്പിക്സ് എടുത്തുപോയി. പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനം, ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും കംപ്ലീറ്റ് ആക്കി. ഭൗതിക ശാസ്ത്രം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ 1ഉം 2ഉം അതായത് യൂണിറ്റ് അളവുകൾ, ചലനം, പ്രകാശം, ശബ്ദം, ബലം ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗുരുത്വാകർഷണത്തെ കുറിച്ചിട്ടാണ്. ഗുരുത്വാകർഷണവും പാലായ പ്രവേഗം, പിണ്ഡവും ഭാരവും തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഗുരുത്വാകർഷണത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടു വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? ആകർഷണ ബലം 2 മടങ്ങാകുന്നു. അതായത് രണ്ടു വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എന്താകുന്നു? 2 മടങ്ങാകുന്നു. രണ്ടു വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലമോ 4 മടങ്ങാവും. അപ്പോൾ രണ്ടു വസ്തുക്കളെ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 2 മടങ്ങാകുന്നു. രണ്ടു വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എന്താകുന്നു? 4 മടങ്ങാകുന്നു. രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം മാറുന്നില്ല. അപ്പൊ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയായാൽ ആകർഷണ ബലം എന്താവും? 4 മടങ്ങാകും. രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയായാൽ ആകർഷണ ബലം എന്താകുന്നു? 4 മടങ്ങാകുന്നു. വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1 ആക്കിയാൽ ആകർഷണ ബലം എന്തോരം ആകും? 16 മടങ്ങാകുന്നു കേട്ടോ. വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1 ആക്കിയാൽ ആകർഷണ ബലം 16 മടങ്ങാകുന്നു. അപ്പൊ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം മാറുന്നില്ല. രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ ആകർഷണ ബലം 4 മടങ്ങാകുന്നു. വസ്തുക്കൾ തമ്മിലുള്ള അകലം 4/1 ആക്കിയാൽ ആകർഷണ ബലം എന്താകുന്നു? 16 മടങ്ങാകുന്നു. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത്. ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും
മുക്തമായി മുന്നോട്ട് പോകാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? പാലായ പ്രവേഗം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി ആ ഒരു വസ്തുവിന് മുന്നോട്ട് പോകാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ എന്തെന്ന് വിളിക്കുന്നു? പാലായന പ്രവേഗം എന്ന് വിളിക്കുന്നു. പാലായന പ്രവേഗം ഗ്രഹത്തിന്റെ പിണ്ഡത്തിന്റെയും ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിനുള്ള ആരത്തെ ആശ്രയിച്ചിരിക്കുന്നു. പാലായ പ്രവേഗം എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഗ്രഹത്തിന്റെ പിണ്ഡത്തെയും ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിനുള്ള ആരത്തെയും ആശ്രയിച്ചിട്ടാണിത് ഇരിക്കുന്നത്. ഇനി ഭൂമിയുടെ പാലായ പ്രവേഗം എത്രയാ? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ചന്ദ്രന്റെ പാലായ പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൂര്യന്റെ പാലായ പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡ്. പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ്, 59.5 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. പാലായന പ്രവേഗം ഏറ്റവും കുറവുള്ള ഗ്രഹം ബുധനാണ്, 4.3 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ എന്താണ് മറ്റു ഗ്രഹങ്ങളുടെ പാലായ പ്രവേഗം ഒന്ന് നോക്കിയാലോ? ഒന്ന് ശുക്രൻ 10.36 കിലോമീറ്റർ പെർ സെക്കൻഡ്, ചൊവ്വ 5 കിലോമീറ്റർ പെർ സെക്കൻഡ്, ശനി 35.5 കിലോമീറ്റർ പെർ സെക്കൻഡ്, യുറാനസ് 21.3 കിലോമീറ്റർ പെർ സെക്കൻഡ്, നെപ്റ്റ്യൂൺ 23.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൗരയൂഥത്തിൽ പുറത്തു കിടക്കാൻ ആവശ്യമായിട്ടുള്ള പാലായ പ്രവേഗം എത്രയാ? 16.6 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോ ഇത് മൊത്തം പഠിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭൂമിയുടെ പാലായ പ്രവേഗം ചോദിച്ചിട്ടുണ്ട്, ചന്ദ്രന്റെ ചോദിക്കാറുണ്ട്, സൂര്യന്റെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് മൂന്നും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഭൂമിയുടെ എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചന്ദ്രന്റെയോ 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൂര്യന്റെയോ 618 കിലോമീറ്റർ പെർ സെക്കൻഡ്. പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ളത് വ്യാഴത്തിനും കുറവുള്ളത് ബുധനുമാണെന്ന് ഓർക്കുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? പിണ്ഡം എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എത്രമാത്രം ദ്രവ്യമുണ്ടോ അതിന്റെ അളവിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പിണ്ഡം എന്ന് വിളിക്കുക. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു വസ്തുവിന്റെ മാസ് എങ്ങനെയായിരിക്കും? സ്ഥിരമായിരിക്കും. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു വസ്തുവിന്റെ മാസ് സ്ഥിരമായിരിക്കും. രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ്. അപ്പൊ രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം എന്താ? അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ്. ഒരു വസ്തുവിന്റെ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് പിണ്ഡമാണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു വസ്തുവിന്റെ മാസ് സ്ഥിരമായിരിക്കും. രണ്ട് പദാർത്ഥങ്ങൾ മാസ് വ്യത്യസ്തമാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമാകുന്നത് കൊണ്ടാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു, അല്ലെ? അപ്പൊ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താ? ഭ്രമണം എന്ന് പറയുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് എന്ന് വിളിക്കുന്നു? പരിക്രമണം എന്നും വിളിക്കുന്നു. ഈ ഭൂമി ഭ്രമണം ഈ ഒരു ഭ്രമണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്ന അപകേന്ദ്ര ബലത്തിന് കാരണമാകുന്നു. എന്തിനു കാരണമാകുന്നു? ഈ ഒരു ഭ്രമണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്ന അപകേന്ദ്ര ബലത്തിന് കാരണമാകുന്നു. ഈ ഒരു ഭൂമധ്യരേഖ പ്രദേശത്ത് ഭ്രമണ വേഗത കൂടിയതിൽ അപകേന്ദ്ര ബലത്തിന് എന്ത് സംഭവിക്കുന്നു? അപകേന്ദ്ര ബലം കൂടുന്നു. അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുമ്പോൾ ഭൂമധ്യരേഖയിൽ പ്രവർത്തിക്കുന്ന അപകേന്ദ്ര ബലം അപ്രതീക്ഷിതമാവുകയും ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭൂമധ്യരേഖയുടെ ജിയുടെ മൂല്യം എപ്പോഴും എങ്ങനെയായിരിക്കും? വർദ്ധിക്കുന്നു. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്ന അപകേന്ദ്ര ബലത്തിന് കാരണമാകുന്നു. ഭൂവൃത്ത രേഖത്തിന് ഭ്രമണ വേഗത കൂടിയതിന് അപകേന്ദ്ര ബലം എന്ത് സംഭവിക്കുന്നു? അപകേന്ദ്ര ബലം കൂടുന്നു. അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുമ്പോൾ ഭൂമധ്യരേഖയിൽ പ്രവർത്തിക്കുന്ന അപകേന്ദ്ര ബലം അപ്രതീക്ഷിതമാവുകയും ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭൂമധ്യരേഖയ്ക്ക് ജിയുടെ മൂല്യം എന്ത് സംഭവിക്കുന്നു? വർദ്ധിക്കുന്നു. ഇനി ബർണോളിയുടെ തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വായു വേഗത്തിൽ ചലിക്കുന്ന മർദ്ദം കുറയുന്നു എന്നാണ് എന്ത് പറയുന്നത്? ബർണോളിയുടെ തത്വം പറയുന്നത്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? മർദ്ദം കുറയുന്നു. ബർണോളിയുടെ തത്വം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കാറുകളുടെ എയറോഡൈനാമിക്സ് ഘടനയും വിമാനം പറന്നുയരുന്നതൊക്കെ എന്താണ്? ബർണോളിയുടെ തത്വം വെച്ചിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനി ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? സ്പ്രിംഗ് ത്രാസ് ആണ് ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി മാസ് അളക്കാൻ ഉപയോഗിക്കുന്നോ? സാധാരണ ത്രാസ് ആണ് മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നതോ? സ്പ്രിംഗ് ത്രാസ് ആണ് ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ നിന്നൊരു വസ്തുവിന് നൽകേണ്ട പാലായ പ്രവേഗം താഴെ സൂചിപ്പിക്കുന്ന എന്തൊക്കെ ബന്ധിപ്പിക്കുന്നു? അപ്പൊ ഭൂമിയിൽ നിന്നൊരു വസ്തുവിന് നൽകേണ്ട പാലായ പ്രവേഗം താഴെ സൂചിപ്പിക്കുന്ന എന്തിനൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട്? നോക്കിക്കേ. ഒന്ന്
ഭൂമിയുടെ മാസിനെ സൂചിപ്പിക്കുന്നു, മറ്റൊന്ന് എന്താണ് ഭൂമിയുടെ ആരത്തെയും സൂചിപ്പിക്കുന്നു. 2ഉം 4ഉമാണ് ശരി. അതുകൊണ്ട് 2ഉം 4ഉം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം എന്ന് നമ്മൾ പഠിച്ചല്ലേ. 10th പ്രിലിം സ്റ്റേജ് 2-വിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് എന്താണ്? ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് നമ്മൾ കുറച്ചു പറഞ്ഞത് എന്താ? കിലോഗ്രാം ആണ്. ഏതാണ്? കിലോഗ്രാം ആണ്. അടുത്തത് സ്പ്രിംഗ് ത്രാസ് പ്രവർത്തനത്തിന് പിന്നിൽ അടിസ്ഥാന തത്വമാണ് ഹൂക്കസ് നിയമം. ഹൂക്കസ് നിയമമാണ് സ്പ്രിംഗ് ത്രാസിന് പ്രവർത്തനത്തിലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഏത്? ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഏത്? ഭാരം എന്ന് പറയുന്നത്. വസ്തുവിന്റെ ഭാരം 0 എപ്പോ? ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് എപ്പോഴും എന്താണ്? വസ്തുവിന്റെ ഭാരം 0 അനുഭവപ്പെടുക. ഭൂഗുരുത്വരണം ജിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്ന് നോക്കാം കേട്ടോ. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിക്കുന്നു. ശരിയാണ്. ധ്രുവപ്രദേശ ജിയുടെ മൂല്യം ഭൂമി മധ്യരേഖയേക്കാൾ കൂടുതലായിരിക്കും. ശരിയാണ്. ഒരു ഭൂമി അടുത്ത ചോദ്യം നോക്കാം. ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിക്കുന്നു. ശരിയാണ്. ധ്രുവ പ്രദേശത്തെയും ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടുതലായിരിക്കും. ശരിയാണ്. ഒരു വസ്തുവിന് തീരുമാനിക്കുന്ന ജിയുടെ മൂല്യം കണക്കാക്കിക്കൊണ്ടാണ്. ശരിയാണ്. താഴെ ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ശരിയാണ്. 4 പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, താഴെ തന്നെ 2 പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ഒരുപോലെ ആയിരിക്കും. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. വസ്തുവിന്റെ ഭൂമധ്യ രേഖ പ്രദേശത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ധ്രുവപ്രദേശത്ത്. ശരിയാണോ? ശരി തന്നെ. അപ്പൊ 1 തെറ്റും 2 ശരിയുമാണ്. 1 തെറ്റും 2 ശരിയുമായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത, ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകും തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ ജിയുടെ മൂല്യം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു എന്നാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഭൂഗുരുത്വ മൂല്യത്തിന് ത്വരണത്തിന്റെ മൂല്യം എത്രയായിരിക്കും? ത്വരണത്തിന്റെ മൂല്യം 0 ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന പ്രസ്താവന വിലയിരുത്തി ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പ്രസ്താവന വിലയിരുത്തിയാലോ? ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. പ്രസ്താവന എന്താണ്? തെറ്റാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശത്തിലാണ്. ശരിയാണ്. അപ്പോ 1 തെറ്റ് 2 ശരിയുമാണ്. അപ്പൊ ഇവിടെ 2 ശരിയാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണത്തെയാണെന്ന് വിളിക്കുന്നത് ഭൂഗുരുത്വ ത്വരണം എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ആക്സിലറേറ്റഡ് ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ഒരു വസ്തുവിന് ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണമാണ് ഏത്? ഭൂഗുരുത്വ ത്വരണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഭൂഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുത്വാകർഷണ ബലവും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കി പോയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറോട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു വസ്തുവിന്റെ താപനിലയും ബന്ധപ്പെട്ട് ചില പ്രസ്താവന നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായത് ഏതെല്ലാം? ഒരു വസ്തുവിലെ തന്മാത്രയുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപനില. ശരിയാണോ? തെറ്റാണ്. ഒരു വസ്തുവിന്റെ തന്മാത്രയുടെ ശരാശരി ഗതികോർജന അളവ് സൂചിപ്പിക്കുന്ന അനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില. ശരിയാണ്. താപനില SI യൂണിറ്റ് ജൂളാണ്. തെറ്റാണ്. താപനിലയുടെ വ്യത്യസ്ത മൂലമാണ് ഒരിടത്ത് മറ്റൊരിടത്തേക്ക് താപോർജ്ജം നൽകുന്നത്, ഒഴുകുന്നത്. ശരിയാണോ? ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. 2ഉം 4ഉമാണ് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാസ്കൽ ആണ് അല്ലെ. സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും ഒക്കെ എന്താ? ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ്. പാസ്കൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ല. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്താ? ഊഷ്മാവാണ് തെർമോമീറ്റർ അളക്കുന്നത് അല്ലെ. അടുത്ത ചോദ്യം, അവസ്ഥാമാറ്റം സംഭവിക്കുന്ന യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന്റെ ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? ലീനതാപം എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ലീനതാപം. കരക്കാറ്റും കടൽക്കാറ്റും കാരണമായ താപപ്രക്ഷേപണം നമ്മൾ പറഞ്ഞല്ലേ. കരക്കാറ്റും കടൽക്കാറ്റുമായിട്ടുള്ള താപപ്രക്ഷേപണം ഏതാ? സംവഹനമാണ്. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണം താപപ്രക്രിയ ഏതാ? അതും എന്ത് തന്നെയാണ്? സംവഹനം തന്നെയാണ്. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന എന്ത് നമ്മൾ പറഞ്ഞിരുന്നു? സംവഹനം എന്ന് പറഞ്ഞിരുന്നു. തന്മാത്രയുടെ സ്ഥാനമാറ്റം ഇല്ലാതെ തന്നെ താപം പ്രക്ഷേപണം ചെയ്യുവാണെങ്കിൽ അത് ചാലനമാണ്. ഒരു മാധ്യമം ആവശ്യമില്ലാതെ ഏതാണ്? അത് വികിരണമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്?
സംവഹനം എന്ന് പറയുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രയുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിൽ അറിയപ്പെടുന്നു? സംവഹനം എന്ന പേരിൽ അറിയപ്പെടുന്നു. മാധ്യമമില്ലാതെ സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതി. മാധ്യമത്തിന് സഹായമില്ല, സൂര്യൻ നിന്ന് എന്ന താപം ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാ? വികിരണം വഴിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതിയാണ് ഏത്? വികിരണം എന്ന് പറയുന്നത്. മാധ്യമ സഹായം പ്രസരണ രീതിയാണ് ഇത് വികിരണം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇനി വികിരണം വഴിയുള്ള താപപ്രക്ഷേപണം ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? തന്മാത്രയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രക്ഷേപപ്പെടുന്നു. ശരിയാണോ? തെറ്റാണ്. തന്മാത്രയുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. തെറ്റാണ്. മാധ്യമത്തിൽ സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പൊ പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് അല്ലെ. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിന് ഉദാഹരണമാണ്? ഏതാണ്? വികിരണമാണ് അല്ലെ, വികിരണം. അടുത്തത്, മാധ്യമത്തിൽ സഹായമില്ലാത്ത താപം ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി. മാധ്യമത്തിന്റെ സഹായമില്ലാതെ ഏതാ? വികിരണമാണ് അല്ലെ. ചുവടെ ചേർക്കുന്ന മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രക്ഷേപണം ഏതാ? അതും എന്ത് തന്നെയാണ്? ചോദ്യത്തിന് ഉത്തരം വികിരണം തന്നെയാണ്. യൂണിറ്റ് മാസ് ഉള്ള വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്ന ആവശ്യമായ താപത്തിന്റെ അളവ് ഏതാ? അത് നമ്മൾ എന്ത് വിളിക്കുന്നു? വിശിഷ്ട താപധാരിത എന്ന് വിളിക്കുന്നു. വിശിഷ്ട താപധാരിത. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത് തെരഞ്ഞെടുക്കുക. ഏതാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്? ജലമാണ് അല്ലെ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നമ്മൾ കുറച്ചു നേരം പഠിച്ചായിരുന്നല്ലേ. ഏതാ? മൃത് സഞ്ജീവിനി. നമ്മുടെ മോഹൻലാൽ അംബാസിഡർ ആയിട്ടുള്ള മൃത് സഞ്ജീവിനി യൂണിവേഴ്സിറ്റി LGSലും 10th ലെവൽ സ്റ്റേജ് 1ലും 4ലും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത്, സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ്? അത് ആർദ്രമാണ്. ഏതാണ്? ആർദ്രം. അടുത്തത്, ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനമാണ്. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുഹൃതമാണ്. ഏതാണ്? സുഹൃതം. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് സുഹൃതത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. അടുത്തത്, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? നമ്മൾ പഠിച്ചല്ലേ, സുഹൃതമാണ്. സുഹൃതം. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായി തുടച്ചു നീക്കുന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏതാ? നമ്മൾ പഠിച്ചല്ലേ, വിവ കേരളം. ഏതാണ്? വിവ കേരളം. അടുത്തത്, കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്ന് തെരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് പദ്ധതികൾ? നയനാമൃതം, അതുപോലെ തന്നെ പാദസ്പർശം വരുന്നുണ്ട്, പിന്നെ SRS. ഇത്രയുമാണ് കേട്ടോ. അത് എന്താണ്? 1, 2, 4 റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത്, ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്രഷിംഗ് ദി കർവ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? കാതോരം. രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലേ. എന്നാണ്? 2010 താഴെ പറയുന്ന ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ജീവിതശൈലി രോഗ നിയന്ത്രണമാണ്. ഏതാണ്? ജീവിതശൈലി രോഗ നിയന്ത്രണം. താഴെ പറഞ്ഞ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ഫാറ്റ് ലിവർ, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗമല്ലാത്തതായിട്ട് വരുന്നത്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം താഴെ പറഞ്ഞതാ? ബ്ലഡ് പ്രഷർ ആണ്. ജലദോഷമോ പനിയോ മഞ്ഞപ്പിത്തമോ ജീവിതശൈലി രോഗം അല്ല. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം നമ്മൾ പഠിച്ചിരുന്നല്ലേ. ഏതാണത്? രക്തസമ്മർദ്ദമാണ് നിശബ്ദനായിട്ടുള്ള കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് ശരിയാണോ? ശരിയാണ്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല. ശരിയാണോ? ശരിയാണ്. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ച രക്തസമ്മർദ്ദം കുറയും. ശരിയാണോ? തെറ്റാണ്. രക്തസമ്മർദ്ദം വീട്ടിൽ നിന്ന് പരിശോധിക്കാം. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹമാണ് അല്ലെ. ടൈപ്പ് 2 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലേ. ഏതാണ് അത്? അത് പ്രമേഹമാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? താഴെ പറയുന്നവയില്
ബ്രോങ്കൈറ്റിസ് ആണ് പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം. പുകവലി മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഒക്കെ ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചല്ലേ. ബ്രോങ്കൈറ്റിസ് ആണ് പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം എന്ന് പറയുന്നത്. അടുത്തത് പ്രമേഹത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ട് പ്രസ്താവന വരുന്നത്? ദിവസേന മധുരം കഴിക്കുന്നത് മാത്രമേ പ്രമേഹം ബാധിക്കുള്ളൂ. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. പ്രമേഹ രോഗത്തിന്റെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയും. ശരിയാണോ? തെറ്റാണ്. അതുപോലെ പ്രമേഹം പരിശോധിക്കാൻ രക്തം മൂത്രം സാമ്പിൾ ആവശ്യമില്ല. ശരിയാണോ? തെറ്റാണ്. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കും. ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ഏത് വകഭേദത്തെയാണ് കണക്കാക്കുന്നത്? ടൈപ്പ് 1 പ്രമേഹത്തെയാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞത് ടൈപ്പ് 1 പ്രമേഹമാണ്. ഓങ്കോളജി ഏത് അസുഖത്തിനെ കുറിച്ച് പഠനശാഖയാണ്? ഓങ്കോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ഏത്? ഓങ്കോളജി എന്ന് പറയുന്നത്. എന്നാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്? എന്നാണ്? ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഏതാണ്? അത് പരിസ്ഥിതിയാണ്. അടിസ്ഥാന ഘടകം ഈ പറയുന്നതിൽ പരിസ്ഥിതിയാണ്. താഴെ പറയുന്നവ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു ഭൂമി മാത്രം. എന്താണ്? ഒരു ഭൂമി മാത്രം എന്നതാണ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഏതാണ്? സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? 2021 എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. 2021 പരിസ്ഥിതി ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഏതാണ് 2021? പാകിസ്ഥാൻ ആയിരുന്നു കേട്ടോ. അടുത്തത് 2020 വർഷത്തിലെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു? ജൈവ ദിനത്തെ ആഘോഷിക്കുക എന്നാണ് കേട്ടോ. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. അടുത്തത് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? ഞാൻ പറഞ്ഞില്ലേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാത്? നിശബ്ദ വസന്തം. DDTയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഈ പുസ്തകം വന്നോട് DDT ഒക്കെ നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്താ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ഈ രാസവസ്തുക്കളുടെ ഉപയോഗം, കീടനാശിനിയുടെ ഉപയോഗം പരിസ്ഥിതിയിൽ എന്ന കോൺസെപ്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ വിഷയം എന്താണ്? എന്താണ്? DDT ആണ്. DDT. അടുത്തത് DDT പോലുള്ള കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആര്? ആരാ? റേച്ചൽ കാഴ്സൺ ആണ് അല്ലെ. റേച്ചൽ കാഴ്സൺ. 1922 അമേരിക്ക DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? ഏതാ? സൈലന്റ് സ്പ്രിംഗ് ആണ്. കാരണം കണ്ടോ എത്രമാത്രം ചോദ്യങ്ങളെ ചോദിച്ചേക്കണെന്ന് നോക്കി. അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എന്തായിരുന്നു മറക്കാതെ പഠിച്ചിരിക്കണം. ജൈവമണ്ഡലത്തിലെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആരാ? നമ്മൾ പഠിച്ചിരുന്ന അല്ലെ. സസ്യങ്ങളാണ് ജൈവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ആരാണ്? നമ്മൾ പഠിച്ചു. ആദ്യത്തെ കണ്ണി ആരാ? ഹരിത സസ്യങ്ങളാണ് ആദ്യത്തെ കണ്ണിയായിട്ട് വരുന്നത്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? പഠിച്ചല്ലേ. ആരാണ് പ്രാഥമിക ഉപഭോക്താക്കള്? ഹരിത സസ്യങ്ങൾ കഴിക്കുന്നവര് ആരാ? സസ്യഭുക്കാണ് പ്രാഥമിക ഉപഭോക്താക്കള്. ജൈവ അവശിഷ്ടങ്ങൾ വിഘടിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പഠിച്ചില്ലേ. ഏതാ? വിഘാടകർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിഘാടക വിഭാഗത്തിൽപ്പെടുന്ന കണ്ടെത്തുക. ഇതിൽ ഏതാണ് വിഘാടകർ എന്ന് പറയുന്നത്? ബാക്ടീരിയ ആണ് വിഘാടകരായിട്ട് വരുന്നത്. അനുസരിച്ച് അവയെ എത്രയെ തരംതിരിച്ചിരിക്കുന്നു? രണ്ടായിട്ട് അല്ലെ. ഏതൊക്കെയാ? ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാ? ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അതായത് വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടില്ല, ബിസി ആയിരുന്നു എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ റൈറ്റ് ആൻസർ ആണ് വരുന്നത് 2 ആണ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ? നമ്മൾ പറഞ്ഞിരുന്നില്ല ബിസി ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? വൈറ്റമിൻ B ആണ്. Eയും Aയും Dയും ഒക്കെ എവിടെയാ? കൊഴുപ്പിലാണ് ലയിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ട് ജീവകം ഏത്? ഏതാ? ജീവകം D ആണല്ലേ. ജീവകം D ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് എങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ A എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് കൺഫ്യൂഷൻ? പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണം ഏതാ? വൈറ്റമിൻ A ആണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏതാ? അത് വൈറ്റമിൻ D ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ശരീരത്തെ കാൽസ്യം ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ D. നമ്മൾ നോക്കിയായിരുന്നല്ലേ. അടുത്തത് ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഏതാ? കൊബാൾട്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലേ കൊബാൾട്ട് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ C ആണ് ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിപ്പിക്കപ്പെടുന്ന
വൈറ്റമിൻ. പാകം ചെയ്ത നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ് പാകം ചെയ്ത നഷ്ടപ്പെടുന്ന ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ വൈറ്റമിൻ സി ആണ് പാകം ചെയ്ത നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ഏതാണ് എച്ച് ആയിട്ട് വരുന്നത്? ബയോട്ടിൻ ആണ് അല്ലെ? ബയോട്ടിൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ നോക്കിയായിരുന്നു 10th ലെവൽ സ്റ്റേജ് 1ലും 4ലും ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. B6ന്റെ ജീവകം B6ന്റെ രാസനാമം ഏതാണ്? പീരിയോഡിക്സിനാണ് B6ന്റെ രാസനാമമായിട്ട് വരുന്നത്. അടുത്തത് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാ? ജീവകം സി ആണ് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് വരുന്നത്. വൈറ്റമിൻ എ റെറ്റിനോള്, വൈറ്റമിൻ ബി തയാമിൻ, മറ്റേത് വൈറ്റമിൻ ഇ ടോക്കോഫെറോള് കറക്റ്റ് ആണ് വരുന്നത്. വൈറ്റമിൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് അല്ലാത്തതായിട്ട് വരിക കേട്ടോ. എന്താണ് നമ്മുടെ മസ്തിഷ്കത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ നോക്കിയല്ലേ? ഇനി മസ്തിഷ്ക ഭാഗത്ത് നിന്ന് ചോദിച്ചുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മസ്തിഷ്കത്തെ പൊതു സംരക്ഷിക്കുന്ന ആവരണം ഏതാ കൊടുത്തിരിക്കുന്നേ? ഗാദിബോൾ LDC പ്രിലിം സ്റ്റേജ് 2 ചോദിച്ചിട്ടാണ്. മെനഞ്ചിസ് ആണ് കേട്ടോ. ഏതാണ്? മെനഞ്ചിസ് ആണ്. അടുത്തത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം നമ്മൾ പഠിച്ചില്ലേ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാ? സെറിബ്രം. നമ്മൾ കുറച്ചു നേരം പഠിച്ചല്ലേ? സെറിബ്രം. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് നമ്മൾ പഠിച്ചല്ലേ? ഏതാ? സെറിബ്രം. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെ കുറിച്ച് താഴെ പറയുന്നതിന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? പേശി പ്രവർത്തനം ഏകോപിച്ച് ശരീരത്തുള്ള പാലിക്കുന്നു. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ശരിയാണ്. ഐച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്നു. ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, സെറിബ്രത്തിന് പിന്നെ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? നമ്മളിപ്പോ പഠിച്ചല്ലേ? ഏതാ അത്? സെറിബെല്ല അല്ലെ? 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 ചോദിച്ച ചോദ്യമാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാ? നമ്മൾ കുറച്ചു നേരം പഠിച്ചു. ഏതാ? സെറിബെല്ലമാണ് തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം. 10th ലെവൽ പ്രിലിം സ്റ്റേജിൽ 2 ചോദിച്ചുള്ള ചോദ്യമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം നമ്മൾ പഠിച്ചല്ലേ കുറച്ചു നേരം മുമ്പ്? ഏതാ? സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 1ലും സ്റ്റേജ് 4ലും ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് നമ്മൾ പഠിച്ചല്ലേ? ഏതാ? സെറിബെല്ലമാണ്. 10th ലെവൽ സ്റ്റേജ് പ്രിലിം സ്റ്റേജ് 2 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. ചോദ്യം, ശരീരത്തെ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് നമ്മൾ പഠിച്ചല്ലേ? ഏതാ? മെഡുല ഒബ്ലാങ്കേറ്റ. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 1ലും 4ലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? അത് നമ്മൾ പഠിച്ചല്ലേ? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. അതായത് ശരീരത്തിന് അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. അപ്പൊ എന്താണ്? ശ്വസനം എന്താ? അനൈച്ഛിക പ്രവർത്തനമാണ്. മെഡുല ഒബ്ലാങ്കേറ്റ ആണ് റൈറ്റ് ആൻസർ. വുമൺസ് വ്യക്തിയെ തിരിച്ചറിയുക. കുറച്ച് ക്ലൂ കൊടുത്തിട്ടുണ്ട്. വ്യക്തി തിരിച്ചറിയാനാണ് പറഞ്ഞത്. 1898 കൊടുങ്ങല്ലൂര് ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാ? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? അവധിനെയാണ് ഡൽഹൌസി പ്രഭു അങ്ങനെ വിശേഷിപ്പിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ലാഹോർ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 നടന്ന ലാഹോർ സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമാണ്. എപ്പോഴും പ്രീവിയസ് ഇയർ ലാഹോർ സമ്മേളനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ലാഹോർ സമ്മേളനം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ 3ാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബന്ധപ്പെടാത്താണ്. ബന്ധപ്പെടുന്നത് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം അല്ലെ? ഏതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ശരിയാണ്. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ശരിയാണ്. അതുപോലെ നിസ്സഹരണ സമരം ആരംഭിക്കുക. തെറ്റാണ്. 1939 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. ശരിയാണ്. അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1921 താഴെ പറയുന്ന ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? ആണെന്ന് പറയുന്നത് ഏത് ശതാബ്ദി വർഷമാണ്? നോക്കിക്കേ, വാഗൺ ട്രാജഡിയുടെ ശതാബ്ദി വർഷമാണ്. 5ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി? കുടിശരക്ക് ഇ.വി. രാമസ്വാമി അയ്യർ. ശരിയാണോ? ശരിയാണ്. അതുപോലെ തന്നെ വിവേകവർദ്ധിനി വീരേശലിംഗം. ശരിയാണോ? ശരിയാണ്. ഗുലാംഗിരി ജ്യോതിറാവ് ഫുലെ. ശരിയാണോ? ശരിയാണ്. സമ്പാദ് കൗമുദി ശ്രീനാരായണ ഗുരു എന്താണ്? തെറ്റാണല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പക്ഷേ ഈ ചില ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ എല്ലാവരും ഭയപ്പെടും. അയ്യോ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക എന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഒരു 30 അല്ലെങ്കിൽ 50% കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് പ്രായോഗിക ബുദ്ധി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ
നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ എന്താണ് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് അങ്ങനെ ഒരു ചോദ്യമാണ് ഈ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് അങ്ങനെ അധികം ആൾക്കാർക്ക് ഉത്തരം കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്നോ അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു ചോദ്യത്തിന് നമ്മൾ പ്രായോഗിക ബുദ്ധി വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ലെവലിന്റെ ഒരു പോസിറ്റീവ് സൈഡ് വെച്ച് ആൻസർ ചെയ്യുക? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇനി അങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഈ 5ാമത് ചോദ്യത്തില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു പേരുണ്ടാവും. ആരത്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് വീരേശലിംഗം, ഇ.വി. രാമസ്വാമി നായർ, ജ്യോതിറാവ് ഫുലെ. ഇവരെ കുറിച്ചുള്ള മറ്റുള്ള പരിചയം ഉണ്ടാവും, നിങ്ങൾക്ക് ഇല്ലാന്നല്ല. എന്നാലും ഏറ്റവും കൂടുതൽ ആ കേട്ടുകേൾവി കൂടുതലുള്ള പേര് ശ്രീനാരായണ ഗുരുവിന്റെ ആണ് അല്ലെ. അപ്പൊ ഈ ശ്രീനാരായണ ഗുരുവിന്റെ അത് കണക്ഷൻ കൊടുത്തേക്കുന്നത് എന്താണ്? സമ്പാദ കൗമുദിയാണ്. നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചെടുക്കാത്തവർ ആരും ഉണ്ടാവില്ല PSC പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ സമ്പാദ കൗമുദി ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെന്ന് ഒരു 95% ആളുകൾക്കും ഉറപ്പായിട്ടും അറിയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും എന്ത് വരില്ല, ഈ 4ാമത്തെ ഓപ്ഷൻ വരില്ല എന്ന്. ബാക്കിയുള്ള ഓപ്ഷനും അറിയില്ലെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ വരില്ല. ശ്രീനാരായണ ഗുരു സമ്പാദ കൗമുദിയുമായി ബന്ധമില്ലാത്ത ആളാണ് ഒരു 95 മുകളിലെ ശതമാനം ആളുകൾക്ക് ഉറപ്പുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, എല്ലാ ഓപ്ഷനിലും എന്തുണ്ട്? 4 ഉണ്ട്. ശരിയായ ജോഡി കണ്ടെത്താനാ പറഞ്ഞു. ഈ ഓപ്ഷൻ എയിൽ എന്തുണ്ട്? 4 ഉണ്ട്. അപ്പൊ സമ്പാദ കൗമുദി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബി നോക്കുമ്പോ എന്താണ്? ഇതില്ല, നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ല. പിന്നെ ഓപ്ഷൻ സിയിലോ? ഓപ്ഷൻ സിയിലും 4ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ സിയും അല്ല. ഓപ്ഷൻ ഡിയിലും 4ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല. അപ്പൊ എന്തു മാത്രമേ ഓപ്ഷൻ 4ാമത്തെ ഇല്ലാത്തതുള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഇല്ലാത്തതായിട്ടുള്ളൂ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉറപ്പായും ആൻസർ വരിക? ഓപ്ഷൻ ബി ആയിരിക്കും. ഇങ്ങനെ ഒരു കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ലെവല് അറിയാത്തതാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിയിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ലെവൽ വരുമ്പോൾ ഇങ്ങനെ രീതിയിലുള്ള പ്രായോഗിക ബുദ്ധി കൂടി ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. എല്ലാത്തിലും ഇതാ വർക്കാവണമെന്നില്ല. ഇതുപോലെ ഒരു ഉറപ്പുള്ള ഒരെണ്ണം കാണും. ആ ഉറപ്പുള്ള ഒരെണ്ണം മറ്റുള്ള ഓപ്ഷൻ ഇല്ല എങ്കിൽ ചിലതിൽ മാത്രമേ ഇങ്ങനെ വർക്ക് ആവുള്ളൂ. എല്ലാത്തിലും അങ്ങനെ വർക്ക് ആവും ഞാൻ പറയില്ല. അപ്പൊ വർക്ക് ആവുന്ന കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രീവിയസ് ഇയർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി കാണുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാലക്രമ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാലക്രമത്തിൽ ഒന്ന് ക്രമീകരിച്ച് നോക്കിയാലോ? നമുക്ക് ഒരുമിച്ച് ക്രമീകരിക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് വരിക. സെക്കൻഡ് വൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വരും. ആൻഡ് തേർഡ് വൺ ആയിട്ട് വരുന്ന ഫ്രഞ്ച് വിപ്ലവമായിരിക്കും. ലാസ്റ്റ് റഷ്യൻ വിപ്ലവമായിരിക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. വളരെ പ്രശസ്തമായ മുക്സിൽ എന്ന ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ആസാം ആണ്. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്രയാണ്? 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ വേണം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണെന്ന് ഓർക്കുക കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയിൽ മാത്രം കൃഷി ചെയ്യുന്നതേത്? ഏതാണ് റാബിയിൽ കൃഷി ചെയ്യുന്നത്? ഏതാ? ബാർലിയും പയറുവർഗ്ഗമാണ്. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം എവിടെയാണ്? ആദ്യം ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. തിബായ് മുഗ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായി? ഏതൊക്കെ രാജ്യങ്ങളിലാ? ഇന്ത്യ, ബംഗ്ലാദേശ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? 13 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ശരിയായ പ്രസ്താവന? ബി. ശിവരാമൻ കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും ഭാരതത്തിലെ ദേശീയ ബാങ്ക് ആണ് നബാർഡ്. ശരിയാണ്. നബാർഡിന്റെ ആസ്ഥാനം ഏതാണ്? മുംബൈ ആണ്. അപ്പൊ എന്താ? 3 പ്രസ്താവന ശരി തന്നെയാണ്. ഓപ്ഷൻ ഡി ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6420 കുടുംബങ്ങൾ 100 ദിവസത്തിനുള്ള അടുത്ത് നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഏതാണ് ആ പദ്ധതി വരിക? ഉജ്ജീവനം പദ്ധതിയാണ്. ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോർട്ടിക്കൾച്ചർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹാനോബിസ് ആണ് അല്ലെ. ധനബില്ലിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഏതാണ്? 109ാം അനുച്ഛേദമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? പൊതുജനാരോഗ്യം ഉൾപ്പെടോ? ഇല്ല. മായം ചേർക്കൽ ഉൾപ്പെടും.
അതുപോലെ തന്നെ തൊഴിൽ ഉൾപ്പെടും, വ്യാപാര വാണിജ്യം ഉൾപ്പെടില്ല. അപ്പോൾ 2, 3 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയായിട്ട് വരുന്നത് നോക്കിക്കേ. സംഭരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, തെറ്റ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക, ശരി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മേൽനോട്ടം വഹിക്കുക, തെറ്റ്. 2 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ് ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത്? എവിടെയാ നോക്കിക്കേ. 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകാമെന്ന് 1989 ശുപാർശ ചെയ്തത് ആരാണ്? ശുപാർശ ചെയ്തത്? ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? താഴെ പറയുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് നൽകാൻ കഴിയും, ലോ വാറന്റ് നൽകാൻ കഴിയും, സോഷ്യോറ്റി നൽകാൻ കഴിയും. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? താഴെ പറയുന്നതിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നത് നോക്കിക്കേ. രാജ്യത്തിന് പ്രതിരോധം വരുമോ? ഇല്ല. അന്തർദേശീയ സമാധാന സുരക്ഷിതത്വം വരും. ചൂഷണത്തിനെതിരുള്ള അവകാശം വരില്ല. പരിസ്ഥിതി സംരക്ഷണം വരും. 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 44ാം ഭേദഗതിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ്? അംഗീകരിച്ചത്? 2019 ഓഗസ്റ്റ് 5-നാണ്. കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 2022 മുതൽ 2027 വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് സുരക്ഷാമിത്രം പദ്ധതി അല്ലാത്തത്? താലോലമാണ്. സ്നേഹപൂർവ്വം സുരക്ഷാമിത്രം പദ്ധതിയാണോ? സ്നേഹ പദ്ധതി അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ താലോലം പദ്ധതി അതിൽപ്പെടുന്നതല്ല, സ്നേഹപൂർവ്വം അതിൽപ്പെടുന്നതല്ല, ശ്രുതിതരംഗവും അതിൽപ്പെടുന്നതല്ല. കുടുംബശ്രീ ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കുടുംബശ്രീ ആണ്. അടുത്തത് കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏത്? ഏതാണ്? 243ഉം 247ഉമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയി വരിക. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരള തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്ര? ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുത്തിയ ശരിയായ ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? ഏതാണ്? ഓപ്ഷൻ ഡി മലേറിയ ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന അവകാശവാദവും കാരണം ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭം എന്നറിയപ്പെടുന്നു. ഹൃദയസ്തംഭം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഏതാണ് ഇതിനകത്ത് വരുന്നത്? അതിനകത്ത് അവകാശവാദവും കാരണം ശരിയാണ്. കൂടാതെ അവകാശവാദം ശരിയായ വിശദീകരണവും കാരണം. അവകാശവാദവും കാരണം ശരിയാണ്, പക്ഷെ അവകാശവാദം ശരിയായ വിശദീകരണമല്ല കാരണം. 34 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് കേട്ടോ. വാദം ശരിയാണ്, കാരണം തെറ്റാണ് എന്നുള്ളതാണ് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിക്കുന്ന ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ബെറിബറിയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന്? തെറ്റാണ്. ഫസ്റ്റ്, തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ശരിയാണ്. ശിശുക്കളും ചെറിയ കുട്ടികളും പോഷകാഹാര വൈകല്യം. ശരിയാണോ? തെറ്റാണ്. രോഗം കൂടുതൽ രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തി കണ്ടുവരുന്നു. ശരിയാണോ? ശരിയാണ്. ന്യൂമറിറ്റി പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ശരിയാണോ? ശരിയാണ്. അപ്പോ 2, 4, 5 ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വച്ചാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ്? 36 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഏതാ? സി ആണ്. UAE ആണ് കേട്ടോ. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്ക് പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഏതാണ് ഗ്രന്ഥി? 37 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥിയാണ്. ഏത് താപനില സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏതിനകത്തായിരിക്കും തുല്യമായിരിക്കുക? -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡ് പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ്. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിന്റെ ഒരു ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവ എന്തിനാണ് മാറ്റമില്ലാത്തത്? ഏതിനാണ് മാറ്റമില്ലാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആവർത്തിയാണ്. ചന്ദ്രൻ 3യുടെ റോവർ താഴെ പറയുന്ന ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു?
ഓപ്ഷൻ ഡി എയും സിയുടെയും സാന്നിധ്യം, അതായത് ഓക്സിജൻ ആൻഡ് സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അക്കോർജി എന്തിന്റെ ഒരു മിശ്രിതമാണ്? ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമാണ് ഏതാണ്? വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഏതാണ് വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി അലുമിനിയം ആണ്. ദ്രവ്യത്തിന്റെ ആറ്റോമിക് സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് ആരാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ ആണ് അവതരിപ്പിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഓപ്ഷൻ സി വാങ്കരി മാതായി ആണ് കേട്ടോ. ദി സുഡറ്റൽ എന്ന നോവലിന്റെ രചയിതാവ് ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ആരാണ്? 47 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എ.ജെ. ക്രോണിംഗ്. കേരളത്തിൽ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കിളി? ഏതാണ്? 48 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ് ആണ് കേട്ടോ. മുകളിൽ കൊടുത്തേക്കുന്ന കവിത രചിച്ച കവി ആരാണെന്ന്, മഹാകവി ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 49 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായരാണ്. 2020 പുറത്തിറക്കിയ ദ കവൻ ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് എഴുതിയത്? ഓപ്ഷൻ എ എബ്രഹാം വർഗീസ് ആണ് കേട്ടോ. നോക്കാം. 020/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ താഴെ പറയുന്ന ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഒക്കെ നോക്കിയാലോ. എന്താണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണ്. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരേക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്കേ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ശരിയാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പാസാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ശരിയാണോ? തെറ്റാണ്. അപ്പൊ 1ഉം 2ഉം പ്രസ്താവന ശരിയായത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്ത സംഭവങ്ങൾ കാലക്രമണ പ്രകാരം ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. താഴെ കൊടുത്തേക്കുന്ന സംഭവം നമുക്ക് കാലക്രമേണ വഴി ഒന്ന് ക്രമീകരിച്ച് നോക്കിയാലോ. ഒരുമിച്ച് നോക്കാം അല്ലെ. അപ്പൊ 2ന്റെ റൈറ്റ് ആൻസർ നമുക്ക് എന്താണ്? ഫസ്റ്റ് ഏതാണ് വരിക? ഫസ്റ്റ് വരുന്നത് ചാനാർ ലഹളയാണ് ഫസ്റ്റ് വരിക. സെക്കൻഡോ വൈക്കം സത്യാഗ്രഹമാണ് സെക്കൻഡ് വരുന്നത്. തേർഡ് വരിക ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആൻഡ് ഫോർത്ത് വൺ പൊസിഷനിൽ വരിക എന്താണ്? നമ്മുടെ പാലിയം സത്യാഗ്രഹമാണ് കേട്ടോ. അപ്പോ 2, 1, 4, 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് നിന്ന് നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലെ. അടുത്തത്. 2ാം ലോക മഹായുദ്ധത്തിന് ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിൽ നൽകേണ്ട രഹസ്യനാമം എന്തായിരുന്നു? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ ബാർബോസയാണ് കേട്ടോ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതാണ്? ഓപ്ഷൻ ഡി കൊൽക്കത്തയാണ്. ഭൂമധ്യരേഖയിലെ കൊറിയോലിസ് ബലം ഡാഷ് ആണ്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി 0 ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസ്ക്രൈനസ് ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ IRNS-1A ആണ്. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. ഭൂവൽക്കത്തെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള സംവഹന പ്രവാഹമാണ്. സമുദ്ര ഊഷ്മാവ് സാധാരണ നിന്ന് ഉയർന്നതിന് കാരണം ഏത് പ്രതിഭാസമാണ്? എൽനിനോ പ്രതിഭാസമാണ് കേട്ടോ. കാറ്റിൽ നിന്ന് ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണത്? ഓപ്ഷൻ സി തമിഴ്നാടാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായ വില ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? VM ആശ യോജനയാണ് കേട്ടോ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. പവർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നവരായി ഭക്ഷ്യ സാധനം സംരക്ഷിക്കാൻ ഗവൺമെന്റ് സാധിച്ചു. ശരിയാണ്. പാവപ്പെട്ട ഗുണകരമായ വിധേയത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വില കുറഞ്ഞു. ശരിയാണ്. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ശരിയാണ്. 1, 2, 3 പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക.
ആദ്യത്തെ 50 വർഷ കാലയളവിൽ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാ ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് നോക്കിയാലോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്ക് മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനമുണ്ടായി. ശരിയാണ്. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്ക് മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷൻ ഡിക്രീസിംഗ് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ADDP-യുമായി ബന്ധപ്പെട്ട് അല്ലെ. 16 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി വയനാടാണ്. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി വ്യാപാര നയ പരിഷ്കാരം ലക്ഷ്യം വെച്ചത് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഇറക്കുമതിയും കയറ്റുമതിയുമുള്ള അളവ് നിയന്ത്രിക്കുകയും പൊളിച്ചെഴുതുകയും. ശരിയാണ്. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക. ശരിയാണ്. ഇറക്കുമതി ലൈസൻസിന് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ 3 പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ് കേട്ടോ. അടുത്ത താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഉരുക്ക് വ്യവസ്ഥയും വൈദ്യുതി ഉൽപാദനം വേണ്ടിയുള്ള കൽക്കരി ആവശ്യം കൂടി വരുന്നു. തെറ്റാണ്. വൈദ്യുതീകരണം വർദ്ധിച്ചോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. തെറ്റാണ്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. ശരിയാണോ? ശരിയാണോ? അപ്പോ 3 മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് സവിശേഷതയിൽ പെടാത്തത്? ആദ്യത്തെ ലിഖിത ഭരണഘടന. ശരിയായിട്ട് വരുമോ? ശരിയായിട്ട് വരും. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ശരിയാണോ? ശരിയാണ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ശരിയാണോ? ശരിയാണ്. ഇപ്പൊ ഭരണഘടന ഏതാണ്? 8ാം പട്ടികയിലുണ്ട്. ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉം 3ഉമാണ് സവിശേഷതയിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കണം. പെടാത്തായിട്ട് വരുന്നത് എന്താ? 1, 2, 3ഉമാണ് പെടാത്തായിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയിൽ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വം അതേ നിരേക്ഷരത ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്ന ഭരണഘടന ഏത് സവിശേഷതയാണ്? ഏത് സവിശേഷതയാണ് ഇങ്ങനെ പറയപ്പെടുന്നത്? റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആമുഖത്തിലാണ് അല്ലെ ഇങ്ങനെ പറയുന്നത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ചേരുംപടി ചേർത്ത് നോക്കിയാലോ. 21 റൈറ്റ് ആൻസർ ആയിട്ട് ഇങ്ങനെ ചേരുംപടി ചേർക്കുമ്പോൾ വരും. 1 വരിക ഏതിലേക്കാണ്? 1 ബാലവേല നിരോധനം ഇതിലേക്ക് വരും. നമ്മുടെ വകുപ്പ് 24ലേക്കാണ് വരിക. സ്വത്തവകാശം 300A വരും. ആൻഡ് ഓപ്ഷൻ 3 വരുമ്പോൾ അവസര സമത്വം ഇതിലേക്ക് വരും. ഓപ്ഷൻ വകുപ്പ് 16ലേക്ക് വരും. വിദ്യാഭ്യാസ മൗലിക അവകാശം 21A വരും അല്ലെ. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ചോദ്യം എങ്ങനെ നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കിക്കേ. ഇങ്ങനെ ഒരു ചേരുംപടി ചേർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് ആൻസറിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെറിയൊരു ട്രിക്ക് ഇവിടെ വേണമെങ്കിൽ പ്രയോഗിക്കാം. ഇപ്പൊ ഈ ഒരു ചേരുംപടിയിൽ ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസ മൗലിക അവകാശം, ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? ഏതൊരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്കും എന്തായാലും എന്തറിയാം? നമ്മുടെ വിദ്യാഭ്യാസ മൗലിക അവകാശം. കാരണം എന്താ? ഏതൊരു PSC പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് വിദ്യാഭ്യാസ മൗലിക അവകാശം 21A ആണെന്ന്. ഇപ്പൊ 21A ആണ്. ഇത് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ പോലും ഇതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ ഈ വിദ്യാഭ്യാസ മൗലിക അവകാശം എന്ന് പറയുന്നത് ഏതിനേക്കാണ് കണക്ട് ചെയ്യപ്പെടുന്നത്? ഇത് കണക്ട് ചെയ്യപ്പെടുന്നത് നോക്കിക്കേ നമ്മുടെ ബിയിലേക്കാണ്. അപ്പൊ ഇവിടെ ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഏത് മാത്രമേ ഉള്ളൂ? നോക്കിക്കേ നമ്മുടെ ഈ ഒരു 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യുന്ന ബി ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഓപ്ഷനിലും ബി ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് സിയിലേക്കാണ്. എ കണക്ട് ചെയ്യുന്നത്, സി കണക്ട് ചെയ്യുന്നത് എന്താ 4 സിയിലേക്കാണ്. അതുപോലെ തന്നെ 4 കണക്ട് ചെയ്യുമ്പോൾ ഡിയിലേക്കാണ്. അപ്പൊ ഇവിടെ മാത്രമേ ഇത് കണക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനു മുമ്പുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാം. കാരണം നമുക്ക് ഇവിടെ കുറച്ച് സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥി വിദ്യാഭ്യാസ മൗലിക അവകാശം 21A ആണെന്ന് അറിയാം. കാരണം അത് ചോദിക്കാത്തൊരു PSC പേപ്പർ ഇല്ല. അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ ബിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എല്ലാ തവണ ഇത് വർക്ക് ചെയ്യണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സംശയമുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരു ഉപകാരമുണ്ട് ഇങ്ങനെ രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. 22ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്ന് ചോദിച്ചേക്കുന്നു. 22 തെറ്റായ ജോഡി ഏതാണ്? മൗലിക കടമകൾ വകുപ്പ് 51 എന്നുള്ളതാണ് തെറ്റായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഇപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ പെടാത്താണോ? പെടുന്നതാണ് അല്ലെ.
അതുപോലെ തന്നെ സംസ്ഥാനം തമ്മിലുള്ള തർക്കം പെടും. അപ്പീൽ അധികാരം പെടില്ല. ഉത്തരവുകൾ റിട്ട് പുറപ്പെടുവിക്കുന്ന അധികാരം പെടുവോ? ഇല്ല. അപ്പോ ഓപ്ഷൻ സി ആണ് ഇവിടെ, സോറി ഓപ്ഷൻ എ ആണ്, സിയും ഡിയും ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതായിട്ട് വരുന്നത്? പൊതുജനാരോഗ്യമാണ്. മന്ത്രിമാരും കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഏതാണ്? ഓപ്ഷൻ എ 91 ഭേദഗതിയാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചേക്കുന്നത്. ചേരുംപടി ചേർത്ത് നോക്കിക്കേ. 1 പി.കെ. തുങ്കൻ കമ്മിറ്റി എന്തിലേക്ക് വരും? 1989 കൊണ്ടുവരാം. അതുപോലെ ബൽബന്തറായ് കമ്മിറ്റി ഏതിനകത്തേക്ക് വരും? ഓപ്ഷൻ ഡി 1957 വരും. അശോക് മേത്ത കമ്മിറ്റിയോ? ഓപ്ഷൻ എ 1977 വരും. അപ്പോൾ LM സ്വാങ്കി കമ്മിറ്റി 1989 വരും. അപ്പൊ റൈറ്റ് ആൻസർ ഏതാണ് വരിക? 26 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്? ഏതാണ് ഇതിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനമായിട്ട് വരുന്നത്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വെച്ചു. ശുചിത്വ മിഷനോ കില, കുടുംബശ്രീ, ഇൻഫർമേഷൻ കേരള മിഷൻ ഒന്നും ഇതിനകത്ത് വരുന്നതല്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA ആണ്? ഏത് MLA ആണ്? 28 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എല്ലാം തെറ്റുള്ള എന്നുള്ളത് ഒന്നിന്റെയും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബിൽ ലോകസഭ പാസാക്കിയ ദിനം എന്നാണിത് ലോകസഭ പാസാക്കിയത്? 29 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 1923 സെപ്റ്റംബർ 20 ആണ്. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളായി ശരിയായിട്ടുള്ളത് ക്രമപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. 30 റൈറ്റ് ആൻസർ ഏതാണ്? നമുക്ക് നോക്കിയാലോ. 1ാം വായന ഫസ്റ്റ് വരും. ദെൻ സെക്കൻഡ് വായന എന്താ വരിക? 2ാം വായന വരും. ദെൻ തേർഡ് നമുക്കറിയാം അല്ലെ. തേർഡ് എന്ത് വരും? തേർഡ് വരിക കമ്മിറ്റി ഘട്ടമാണ് കേട്ടോ. നിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളായി ശരിയായിട്ട് ക്രമപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ശരിയായിട്ട് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് വരും? ഫസ്റ്റ് ഓപ്ഷൻ എ 1ാം വായന വരും. ദെൻ സെക്കൻഡ് 2ാം വായന, ഡി കമ്മിറ്റി ഘട്ടം, ആൻഡ് ബി റിപ്പോർട്ടിംഗ് ഘട്ടം, ആൻഡ് ഇ ലാസ്റ്റ് 4ാം ഘട്ടം. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക ശരിയാണ്. പ്രൊവിഷൻ നിലനിർത്തുക തെറ്റാണ്. മാൻഡമസ് ഞങ്ങളെ അജമിക്ക് ശരിയാണോ? ശരിയാണ്. ടോവാറിന്റെ എന്ത് അധികാരത്തിൽ? അതും ശരി തന്നെയാണ്. അപ്പൊ എയും സിയും ഡിയും ആണ് ശരി റൈറ്റ് ആൻസർ. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 4D എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏത്? അപ്പൊ ഏതാണ്? 32 റൈറ്റ് ആൻസർ ആയിട്ട് ഒരു ഓപ്ഷൻ ബി പെല്ലഗ്രയാണ് കേട്ടോ. AB രക്തഗ്രൂപ്പിലുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണമായ അവയുടെ രക്തത്തിൽ എന്തുണ്ട്? 33 റൈറ്റ് ആൻസർ. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരീരപേശികൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ആയിട്ട് വരിക. 34 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. പൊട്ടാസ്യം ആണ്. മനുഷ്യർ 24 മണിക്കൂറിനുള്ളിൽ എന്താണ് ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? 35 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മെലാട്ടോണിൻ ആണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് കേരള സർക്കാർ പദ്ധതിയുടെ ഒരു ഓപ്ഷൻ സി പരിരക്ഷയാണ്. 1987 വായു മലിനീകരണ തടയൽ നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകര വസ്തുക്കളിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 37 ഓപ്ഷൻ എ ശബ്ദമാണ് കേട്ടോ. ഏതാണ്? ശബ്ദമാണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി നിശ്ചയിച്ച പരിധി കിട്ടും വിധം എറിയുന്ന, അപ്പോൾ അതിന്റെ ഇതെങ്ങനെ വരുന്നു എന്നാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. 38 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി തിരശ്ചീന പ്രഭ. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് അതിന്റെ ഫോക്കസ് ദൂരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി 12 മീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാന്റെ 3ന്റെ ഏതാണ് ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നതായിട്ട് പറയുന്നത്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായി ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണം നടത്തുന്നതിന് ശരിയാണ്. 3ഉം ശരിയാണ് തന്നെയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാചകങ്ങളെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായത് വരുന്നത്? ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടിക ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ശരി തന്നെയാണ്. ഗ്ലാസ് ഒരു കഴുകാൻ
കഴിവുള്ള പദാർത്ഥമാണ്. ശരിയാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറും. തെറ്റാണ്. പാലിന് pH മൂല്യം 7ൽ കൂടുതലാണ്. തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വാതക നിയമമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ചാൾസ് നിയമമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 0.22 × 10⁻23 തന്മാത്രയുടെ പിണ്ഡം എത്രയാണ്? 44 റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ എ ആണ് കേട്ടോ. 108 ഗ്രാം ആണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടികയിൽ വർഷമേ ആചരിക്കുന്ന ഏതു വർഷമാണ്? 45 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 2019 ആണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? 46 റൈറ്റ് ആൻസർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ്. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണ്? IM വിജയനാണ് കേട്ടോ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തോട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണ്? ഓപ്ഷൻ ഡി സലിംകുമാർ ആണ്. നജീബ് എന്ന പ്രധാന കഥയിലെ കഥാപാത്രം ഏത് കൃതിയിലെയാണ് നജീബ് എന്ന കഥാപാത്രം? എല്ലാവർക്കും അറിയാം അല്ലെ നജീബ്. ഓപ്ഷൻ ഡി ആടുജീവിതത്തിലെ കഥാപാത്രമാണ്. ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. നമ്മൾ എപ്പോഴും ഈ ഒരു പൂർണ്ണ സ്വരാജ് കാണുമ്പോൾ പറയാറുണ്ട് ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ്. അപ്പൊ ഒത്തിരി സമ്മേളനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം എന്നാ നടന്നേ? 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ ലാഹോർ സമ്മേളനം എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നിരവധി സമരങ്ങൾ നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണത്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ആരാണെന്ന് ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലകാണ് ഉൾപ്പെടാത്തതായിട്ട് വരിക. സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആ ഭേദഗതി എന്ന് പറയുന്നത്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാ? അത് നമ്മുടെ ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഭരണഘടന ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി മൗലിക അവകാശമാണ്. പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക് ഒക്കെ എന്താ ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുന്നതാണ്. മൗലിക അവകാശം ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുന്നില്ല. കൈസർ ഈ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകാൻ ഇടയാക്കിയിട്ടുള്ള സംഭവം ഏതാ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഈ ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണത്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? എന്താണ് ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ എന്താണ്? പഴശ്ശികലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശികലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പുന്നപ്ര വയലാർ സമരവുമായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഓപ്ഷൻ സി തൃശ്ശൂരാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. താഴെ പറഞ്ഞ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ മലയാളി ആരാണത്? ഓപ്ഷൻ ഡി KM പണിക്കർ. റുക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? മംഗളയാനാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം 22 ചോദ്യങ്ങളോട് ഡിസ്കസ് ചെയ്തു തന്നു. ഈ 22 ചോദ്യങ്ങളും SCERT സോഷ്യൽ സയൻസിന്റെ ബുക്കിൽ അതേപടി കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അച്ചടിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് 22 ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ SCERT സോഷ്യൽ സയൻസ് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും ആഴ്ച ഇനി ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉണ്ടാവും.
ഇത്രയും വായിച്ച് 22 ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് പഴയതും പുതിയതുമായിട്ടുള്ള ഒക്കെ SCRT ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു സെറ്റിന്റെ ഒപ്പം വരുന്നതാണ്. അപ്പൊ ആർക്കും വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വേണ്ടവർ മെസ്സേജ് ചെയ്യിക്കാം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഏതാണ് ആ രാജ്യം? 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. ഏതാണ്? ബ്രസീൽ ആണ് അല്ലെ? ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നു? പ്രഗ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിമാലയൻ പർവ്വതം നിരയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഹിമാലയൻ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ശരിയാണ്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരി തന്നെയാണ്. റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ അതിർത്തി രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. എന്താ? 7 രാജ്യങ്ങൾ ഇന്ത്യയിൽ അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശും ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. അഫ്ഗാനിസ്ഥാനും ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. 3 പ്രസ്താവനയും ശരി തന്നെയാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് തെറ്റായത് നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ തീരസമതൽ അറബിക്കടൽ പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ശരിയാണോ? ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതൽ ഉൾപ്പെട്ട കൊമറാന തീരസമതലം. തെറ്റാണ്. സുന്ദർവനം പ്രദേശം കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന കിഴക്കൻ തീരസമുദ്രമാണ്. ശരി. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ട് വരുന്നത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണോ? അല്ല. അപ്പോ 1ഉം 2ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് നദീതീരം സംബന്ധിച്ച് ശരിയായിട്ട് പ്രസ്താവനയായിട്ട് വരുന്നത്? അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നദികൾ ഹൂഗ്ലി നദീതീരത്താണ്. ശരിയാണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഏതാണ് അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തതായിട്ട് വരുന്നത്? കേരള തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ശരിയാണോ? ശരിയാണ്. കേരളത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. തെറ്റാണ്. കേരളത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ശരിയാണ്. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. 2ആണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നദികളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ 31 റൈറ്റ് ആൻസർ ആയി നമുക്ക് നോക്കാം. കിഴക്കോട്ടുള്ള നദികളാണ് കബനി, ഭവാനി, പാമ്പ. ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദി സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദി രണ്ടാമത് ഭാരതപ്പുഴയ്ക്കാണ്. ഒന്നാമത് ഏതാ? പെരിയാറാണ്. അപ്പോ 1ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കായലുകളെ സംബന്ധിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തത്. കേരളത്തെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിയാണ്. തെറ്റാണ്. സമുദ്രനിരപ്പിന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. 2 മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? കൊല്ലത്ത് തമിഴ്നാട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 34 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? നീണ്ടക തിരുവനന്തപുരം തെറ്റാണ്. അഴീക്കൽ കണ്ണൂർ ശരിയാണ്. പൊന്നാനി മലപ്പുറം ശരിയാണ്. കായംകുളം എറണാകുളം തെറ്റാണ്. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ ജലവൈദ്യുതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? 35 നോക്കിക്കേ. കേരളത്തിലെ വൈദ്യുത ഉൽപാദന പ്രധാന സ്രോതസ് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയാണ്. 3 പ്രസ്താവനയും ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ വന്യജീവി സങ്കേതം അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായിട്ടുള്ള യോജിപ്പിച്ച് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 36 റൈറ്റ് ആൻസർ ആണ് നമുക്ക് നോക്കാം. കരിമ്പുഴ മലപ്പുറം ശരിയാണ്. ചിമ്മി പാലക്കാട് തെറ്റാണ്. ചെന്തുരുണി കൊല്ലം ശരിയാണ്. ചൂലന്നൂർ തൃശൂർ തെറ്റാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവന തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്നു. ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് പ്രദേശത്തെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നു. ശരിയാണ്. 1980 നിലവിൽ വന്നു. അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണോ? അല്ല. പാലക്കാട് ജില്ലയിലുള്ള ഏക ദേശീയോദ്യാനമാണ്. അപ്പൊ ഓപ്ഷൻ
3 തെറ്റാണ്. അപ്പോ 1ഉം 2 ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 38 റൈറ്റ് ആൻസർ ഏതാണ് വരിക? കേരളത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന ഗോദവർമ്മ രാജ, ശരി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ, ശരി. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരി ജിമ്മി ജോർജ്, ശരി. 1ഉം 2ഉം 3 ശരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 39 റൈറ്റ് ആൻസർ ആണ് വരുന്നത്. നമുക്ക് നോക്കാം. കേരളത്തെ നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി, തെറ്റാണ്. കേരളത്തിൽ 940 പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലുണ്ട്, ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. അതും ഈ പ്രസ്താവന സംബന്ധിച്ച് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് എന്ത് മാത്രമാണുള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. കേരള സ്പീക്കർ M ഷംസീർ ആണ് ഈ ഒരു സമയത്ത് ചോദ്യം വെച്ച് നോക്കാണ് കേട്ടോ നോക്കുന്നേ. M ഷംസീർ ആ ഒരു സമയത്ത് ശരിയാണോ തെറ്റായിട്ടുള്ള ചോദിച്ചേക്കുന്നത്? ശരിയായിരുന്നു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK വൈ ചന്ദ്രചൂഡ് ആയിരുന്നു ആ ഒരു ടൈമില്. ശരിയാണോ? തെറ്റായിരുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ആ സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അപ്പോ അതും ശരി തന്നെ. 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എന്താണ് തെറ്റായ പ്രസ്താവന? നോക്കാം. ഈ ചോദ്യം PSCക്ക് ആൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന. 2023 എഴുത്ത് പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ, ശരി. 2020 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ, തെറ്റ്. 2020 ഓടക്കുള്ള അവാർഡ് അംബിക സുധൻ മങ്ങാട്, ശരി. അപ്പോ 42 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു, ശരി. ISRO ചെയർമാൻ മോഹൻകുമാർ, തെറ്റ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം, ശരി. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ, ശരി. അപ്പോ 1ഉം 3ഉം 4ഉമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, കേരളത്തിലെ തനതായ നൃത്ത കലാരൂപം ഏത്? ഏതാണ് കേരളത്തിലെ തനതായ നൃത്ത കലാരൂപം? മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? ആരാണ് അമ്മ എന്ന് പറയുന്ന നോവൽ എഴുതിയത്? മാക്സിം ഗോർക്കിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയെ നിയമിതനായ വ്യക്തി. 46 റൈറ്റ് ആൻസർ. ഈ ഒരു ചോദ്യം PSCക്ക് ആൻസർ ആണ് കേട്ടോ. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും വിദേശ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനം ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ലോക്പാൽ ആണ്. ലോക്പാൽ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 48 റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലേസർ ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ആരാണ്? ഈ ഒരു ചോദ്യം PSC ക്യാൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ദേശീയ കായിക വിനോദം ഏത്? ഏത് നമ്മുടെ ദേശീയ കായിക വിനോദം? ഹോക്കിയാണ് അല്ലെ? ഹോക്കി. മനുഷ്യന് ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ആരാണ് ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ബി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2020 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 52 ഓപ്ഷൻ എ ഗ്ലോഡിയ ഗോൾഡിൻ ആണ് കേട്ടോ. അസ്ഥിക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഒരു അസ്ഥി മറ്റൊന്നിന് ഇരുദിശയിലേക്ക് തിരിയുന്ന സന്ധി ഏത്? ഏതാണ്? വിജാഗിരി സന്ധിയാണ്. C ആകൃതിയിലുള്ള എണ്ണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാ? ഓപ്ഷൻ സി ട്രാക്കിയാണ്. ഇനി നമുക്ക് 56ാമത്തെ ശരിയായിട്ടുള്ള ജോഡി ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. 56 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം അതുപോലെ 3ഉമാണ് ശരി. കാക്കയും പൂച്ചയുമാണ് ശരിയായിട്ട് വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ജീവികളുടെ ഹൃദയ അറകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന എന്തിലേക്ക് വരും? പാറ്റയ്ക്ക് എത്രയുണ്ട്? 13 പാറ്റയ്ക്ക് വരിക. 13 ഹൃദയ അറകളാണ് പാറ്റയ്ക്ക് ഉള്ളത്. ബി പല്ലിക്ക് എത്രയുണ്ട്? പല്ലിക്ക് 4 ഹൃദയ അറകളാണ് പല്ലിക്കുള്ളത്. ദെൻ സി പക്ഷിക്ക് എത്രയുണ്ട്? പക്ഷിക്ക്
സോറി, ഇതിന് ചെറിയ മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ഒന്നോ കറക്റ്റ് അല്ല, ഒന്നോടെ നോക്കാം. ഓക്കെ, ഒന്നോടെ ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. പാറ്റയ്ക്ക് എത്ര വരും നോക്കി? 57. നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കിയാലോ? 57 പാറ്റയ്ക്ക് 3 ആണ് വരുന്നത്. ഓക്കെ, 13 പാറ്റ 13. ബി പല്ലിക്ക് എത്ര വരും? പല്ലിക്ക് 3 ആണ് വരിക. അതായത് 3 ഹൃദയറകളാണ്. പാറ്റയ്ക്കാണ് 13 ഹൃദയറകൾ. ഏറ്റവും കൂടുതൽ പാറ്റയ്ക്കാണ് വരുന്നത്. ദെൻ പക്ഷിക്ക് 4 ഹൃദയറയാണ് പക്ഷിക്ക് വരിക. മത്സ്യത്തിന് എന്ത് വരും? 2. ഓക്കെ, കറക്റ്റ് ആണോ? അതെ, ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുന്ന ഏത് വർഷത്തെ പരിസ്ഥിതിത്തിന്റെ തീമാണ്? ഏത് വർഷത്തിന്റെയാ? 58 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി 2023 ആണ് കേട്ടോ. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? ഈ പറയുന്നതിൽ ഏതാണ് സങ്കര ഇനം തക്കാളി അല്ലാത്തതെന്ന് ചോദിച്ചേക്കുന്നത്? ഹരിതയാണ്. ഭാരതത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ ആണ്. റേഡിയോ ആക്റ്റീവ് കാർബൺ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏതാണ് അതിൽ വരുന്ന ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? 62 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഈ ചോദ്യം PSC ക്യാൻസൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കുതിരശക്തി എത്ര വാൾട്ട് ആകുന്നു? ഓപ്ഷൻ ഡി 746 വാട്ടാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? എന്താണ് റോവറിന്റെ പേര്? പ്രഖ്യാനാണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര്? 67 ഓപ്ഷൻ എ അമൃതം ആരോഗ്യം എന്നതാണ് കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 68 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 3 മാത്രമാണ് ശരി. സിറോഫ്താൽമി എന്ന രോഗം ഉണ്ടാകുന്ന ഏത് വൈറ്റമിൻ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണ്? ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ എയുടെ ആണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്? 2014 നവംബർ 9-നാണ്. ഗ്ലൂക്കോമ ശരീരത്തെ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഗ്ലൂക്കോമ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെയാണ് ഗ്ലൂക്കോമ ബാധിക്കുന്നത്. ഓർക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന വൈറസ് രോഗമല്ലാത്തത് ഏത്? ചുവടെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്ത ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാ? എലിപ്പനിയാണ്. താഴെ പറഞ്ഞ ജീവിതശൈലി രോഗത്തിൽ പെടാത്തത് ഏതാണ് ജീവിതശൈലി രോഗത്തിൽ പെടാത്തത്? മലേറിയ ആണ്. മാനസിക രോഗവിമുക്തരുടെ പുനരധിവാസ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ് പദ്ധതിയുടെ പേര്? 75 റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി സ്നേഹക്കൂടാണ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതും ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കുക. ഏതാണ് ശ്വാസകോശ രോഗമല്ലാത്ത വരുന്നത്? നൈഫ്രിറ്റീസ് ആണ് കേട്ടോ. ഭിന്നശേഷിയ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? മാതൃജ്യോതിയാണ്. മനുഷ്യടുത്ത് ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ചുവടെ നിർത്തിയതിന് ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 80 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 2ഉം ക്ഷയവും ബാക്ടീരിയ അതുപോലെ തന്നെ നിപ്പ വൈറസ് 2ഉം 3ഉമാണ് ശരി. എലിപ്പനി തെറ്റാണ്. അതുപോലെ വട്ടച്ചൊറി തെറ്റാണ്. അപ്പോ 2ഉം 4ഉം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? അപ്പൊ ഇത് 2024 ചോദ്യപേപ്പർ ആയതുകൊണ്ട് ആ ടൈമിലെ പ്രസിഡന്റ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ശ്രീയു ഷറഫ് അലിന്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഷേപ്പ് ആണ് ഉൾപ്പെടാത്തതായിട്ട് വരിക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? പി വത്സല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാ? എല്ലാവർക്കും അറിയാം, EMS നമ്പൂതിരിപ്പാടാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് കൃതികളിൽ പെടാത്തത് സേതുവിന്റെ? ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി TK മാധവനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂർ രാജഭാഷ അഴിമതിയും അനീതിയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു.
ശരിയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി പ്രഖ്യാപിച്ചു. തെറ്റാണ്. സമത്വ സമാജ സംഘടന സ്ഥാപിച്ചു. ശരിയാണ്. 3 മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ബന്ധമില്ലാത്തതായിട്ട് വരിക? കായലുകളും അഴിമുകളും കാണപ്പെടുന്നു, ബന്ധമുള്ള പ്രസ്താവനയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, ബന്ധമില്ല. താരതമ്യേന വീതി കൂടുതൽ, ബന്ധമില്ല. അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ബന്ധമുണ്ട്. അപ്പൊ 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എന്നാണ്? 1853 ബോംബെ ടു താനെ ആയിരുന്നു ആദ്യത്തെ റെയിൽ റൂട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ചാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. 1859 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഏതാണ്? 15 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റുക്കേലയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ്. ഏതാണ്? ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയെ ഉൾപ്പെടുന്നു? ഏത് ദേശീയ ജലപാതയാണ് ഉൾപ്പെടുന്നത്? 17. ഓപ്ഷൻ ഡി ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഏതാണ്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. പാരമ്പര്യത്തിലെ ഊർജ്ജ സവിശേഷത അല്ലാത്തത് ഏത്? ഏതാണ് ഇതിൽ സവിശേഷത അല്ലാത്തതായിട്ട് വരുന്നത്? എന്താ? ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? അനുച്ഛേദം 21A ആണ്. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ആരാണ് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ഏതാണ്? കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്? 1993 ഒക്ടോബർ 12. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ ബി 2005 ഒക്ടോബർ 12. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഏതാണ് അനുച്ഛേദം? 28 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി അനുച്ഛേദം 21 ആണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിൽ നിന്നാണ്? ഏതാണ് ആ ലിപി എന്ന് പറയുന്നത്? ദേവനാഗിരിയാണ് അല്ലെ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് താഴെ പറയുന്നവയിൽ? ഓപ്ഷൻ ബി കടുവയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഗാന്ധിജി നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം ആയിരുന്നു. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. 10th പ്രിലിംസിന്റെ ആണ്. അതാണ് ഇത്ര എളുപ്പമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ചോദ്യങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം. ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും SCRT എന്ന് എടുത്തിട്ടുള്ള മുഴുവൻ SCRT ആണ് കേട്ടോ. SCRT പഠിക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു പോർഷൻ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രങ്ങളെ കുറിച്ച് കലാപം നേതൃത്വം നൽകിയ വ്യക്തി ആയിരുന്നു? 32 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടെ പത്രങ്ങൾ തുടക്കം കുറിച്ച വ്യക്തി ആരാണത്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ഏതാണ്? ബ്രസീലാണ്. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകുന്ന ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? ഏതാണ് സർവകലാശാല? 35 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ വിശ്വഭാരതിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919. റൗലറ്റ് ആക്ടും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ബന്ധപ്പെട്ടാണ്. റൗലറ്റ് ആക്ടും 1919 തന്നെയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടെയാണ് ചോർച്ച സിദ്ധാന്തം. സാറേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ആരാണ് ഗാനം രചിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി അല്ലമ മുഹമ്മദ് ഇക്ബാൽ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ഏതാണ്? ഭംഗ്ര ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ഏതാ? റൗലറ്റ് നിയമമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ്? PT ഉഷയാണ്. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം? എന്നാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത്? 2017.
കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഈ പറയുന്ന ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന നദി എന്ന് പറയുന്നത്? പാമ്പാർ ആണ് അല്ലെ. ബാക്കിയൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? എവിടെ സ്ഥിതി ചെയ്യുന്നതാണ് മത്സ്യബന്ധന തുറമുഖമാണത്? ഓപ്ഷൻ സി ഭാരതപ്പുഴയാണ്. 2020 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? നഞ്ചിയമ്മയാണ്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കിയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരള ദേശീയ ഉദ്യാനം ഏതാണ്? 48 ഓപ്ഷൻ ഡി ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്ന 49 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ടു കായലാണ്. കേരള സ്വപ്ന നദിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? 50 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകരയാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാ? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 52 ഓപ്ഷൻ ബി ആണ് കേട്ടോ. അരുവിപ്പുറമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്? ഓപ്ഷൻ എ 1924. ധീവര സമുദായത്തിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണത്? 55 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അരയ സമാജമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്ന? ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം നൽകിയ വ്യക്തി ആര്? 57 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മന്നത്തു പത്മനാഭനാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. 2014 നടക്കുന്ന ഒളിമ്പിക്സ് വേദിയാക്കുന്ന നഗരം ഏതായിരുന്നു? അത് പാരീസ് ആയിരുന്നു. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? VT പട്ടതിരിപ്പാടാണ്. മനുഷ്യരുടെ ഏറ്റവും കഠിനമേറിയ വസ്തു പല്ലിലെ ഇനാമൽ, അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് ചോദിച്ചേക്കുന്നത്. ചോദ്യം PSC ക്യാൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം A ആണ്. ശരിയാണ്. നാഡികളെയും ചുവന്ന രക്താണുക്കളെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം E ആണ്. ശരിയാണ്. മുറിവുണ്ടാകും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. ശരിയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം B ആണ്. പ്രസ്താവന തെറ്റാണ്. അപ്പോ B മാത്രമാണ് വരുന്ന. അപ്പോ ഓപ്ഷൻ B ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഒരു ബാക്ടീരിയ പകർച്ചവ്യാധി കുഷ്ഠം ഒരാൾ മറ്റൊരാൾക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം പകരുക? ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി 64 സ്നേഹസ്പർശമാണ്. രോഗമുക്തകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തന ഫാങ്കോസൈറ്റിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരീരത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? 65 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. പയർ ചെടിയുടെ സങ്കര ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മിയാണ്. വനവിഭവം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം ഏതാണ്? അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഈ ചോദ്യം ക്യാൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH എല്ലാവർക്കും അറിയാലോ. എത്രയാണ് ശുദ്ധജലത്തിന്റെ pH വരിക? 77 ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? 71 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റൂദർഫോർഡ് ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? അയിരായിട്ടാണ് വരുന്നത്? സിങ്കിന്റെ അയിരാണ്. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതായിട്ട് വരുന്നത് 74 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ്. ഭക്ഷ്യവസ്തുക്കൾ ചുവപ്പ് നിറം ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ബി കാർമോയിലിസിൻ ആണ്. ഒരു വസ്തുവിന് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭ്രമണ ചലനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബഹിരാകാശയാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ബഹിരാകാശം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്? രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വൃതിയാനം ഏതാ? പ്രകീർണമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപ പ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ബാഷ്പീകരണമാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഉദാഹരണം എന്ന് പറയുന്നത് ഏതാ? 80 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് കാറ്റ്, അതുപോലെ തന്നെ തിരമാല എന്നിവയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്.
ഇപ്പൊ ഏതൊക്കെയാണ് ശരിയായത്? കുളച്ചു യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി, ശരിയാണ്. കേരളത്തിലായത് സംഘടിത കലാപമാണ്, ആറ്റിങ്ങൽ കലാപം, ശരിയാണ്. 1792 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1, 2, 3 ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഗുരുവായൂർ സത്യാഗ്രഹം 1931 ശരിയാണോ? ശരിയാണ്. അതുപോലെ ക്ഷേത്ര പ്രവേശന വിളംബരം 1936 ശരിയാണോ? ശരിയാണ്. വൈക്കം സത്യാഗ്രഹം 1928 ശരിയാണോ? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ശരിയാണോ? അതും ശരി തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ബിയും സിയും ഡിയും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ആര്യ സമാജം രാജാറാം മോഹൻ റോയ് ശരിയാണോ? ശരിയല്ല അല്ലെ. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയുടെയാണ്, അപ്പൊ തെറ്റാണ്. സ്വരാജ് പാർട്ടി ശരിയാണോ? മോത്തിലാൽ നെഹ്റു ശരിയാണ്. സ്വതന്ത്ര പാർട്ടി CR രാജഗോപാലാചാരി ശരിയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ ശരിയാണ്. 2, 3, 4 ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഏതാണ് ശരിയായിട്ട് വരിക? 1783 പാരീസ് ഉടമ്പടി ശരിയാണോ? ശരി തന്നെയാണ്. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നത് ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ് വരുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഏഷ്യയാണ് കേട്ടോ. ഏതാണ്? ഏഷ്യയാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത്? 10 രാജ്യങ്ങളാണ്. ഗ്രന്ഥശാല പ്രവർത്തനായ PN പണിക്കരുടെ ജന്മസ്ഥലം ഏതാ? ആലപ്പുഴയാണ്. കേരളത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന കായിക ഇനം ഏതാണ്? ഏതാണ്? ഹോക്കിയാണ്. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്യോഗ സംഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈസ്റ്റിംഗ് സംബന്ധിച്ച് ചില പ്രസ്താവന കൊടുത്തിരിക്കുന്നു. പ്രസ്താവന വായിച്ച് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായത് തിരഞ്ഞെടുക്കാൻ നമുക്ക് നോക്കാം. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ശരിയാണ്. കിഴക്കൻ പടിഞ്ഞാറ് ദിശ വരച്ചിട്ടുള്ള രേഖകൾ തെറ്റാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ കാണുന്നു ശരിയാണ്. അതുപോലെ തന്നെ മൂല്യം രേഖപ്പെടുത്താറില്ല തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് തിരിച്ചറിയുക? ഏതാണ്? ഓപ്ഷൻ ഡി ചിനൂക്ക് ആണ്. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് നിർവാത മേഖല എന്നറിയപ്പെടുന്ന? ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ച് സമയം എത്രയായിരിക്കും? 6:30 PM 6:30 AM ആയിരിക്കും. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകൾ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇത് കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് എന്ന് പറയുന്നത്? 14 റൈറ്റ് ആൻസർ മാണ്ടമസ് ആണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിൽ ശരിയായത് വരുന്നത്? എന്താണ്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യ ഹരിത വിപ്ലവത്തിന് പിതാവാണ് ശരിയാണ്. ഭക്ഷ്യസാധനങ്ങളുടെ ഇറക്കുമതിയിൽ ആശ്രയത്വം കുറഞ്ഞു ശരിയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി ശരിയാണ്. 4 പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത്? ഏതാണ്? ചോളമാണ് നാണ്യവിള അല്ലാത്തത്. കാപ്പി, കരിമ്പ്, പുകയിലൊക്കെ എന്താണ്? നാണ്യവിളയാണ്. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഉൾപ്പെടാത്തത് വരിക? എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഒക്കെ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. പക്ഷെ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നതൊരു പ്രശ്നമല്ല. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ച്, ചൂഷണത്തിനെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്ന കേരള പോലീസും ബച്ചവൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? അത് കൂട്ടാണ്. കൂട്ട്. ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിന് നഗരപ്രദേശങ്ങൾ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? എത്ര കലോറിയാണ് കണക്കാക്കുന്നത്? 19 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 2100 കലോറിയാണ്. ഇനി നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? സൗജന്യ നിയമസഹായ ഉപദേശം ശരി. നിയമബോധനം പ്രചരിപ്പിക്കുക ശരി. അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം ശരി. 3 പ്രസ്താവനയും ശരി തന്നെയാണ്. ഇന്ത്യൻ ഭരണകൂട ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എന്താണ്? എന്താ? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ രാജ്യം തെറ്റ്. എന്താ? ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക് ശരിയാണോ? ശരിയാണ്. പരമാധികാര സോഷ്യൽ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് തെറ്റാണ്.
21 റൈറ്റ് ആൻസർ ആണ് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളും ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ആയിട്ട് വരിക? 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യവും ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന രാജ്യത്തിനു വേണ്ടി പൊരുതുവാൻ എന്ന അർത്ഥത്തിൽ സന്നദ്ധമായിരിക്കുക ബന്ധപ്പെട്ടതല്ല. ഏത് പ്രായത്തിലും കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യേണ്ട എല്ലാ കർഷകരുടെയും കടമയാണ്, ബന്ധപ്പെട്ടതല്ല. വോട്ട് ചെയ്യുക എന്നത് പൗരന്റെ കടമയാണ്, ബന്ധപ്പെട്ടതല്ല. ഇതൊന്നും ബന്ധപ്പെട്ടത് തെറ്റായിട്ട് പ്രസ്താവനയല്ല, എല്ലാ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയും ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാ ചോദിച്ചേക്കുന്നത്. 23 റൈറ്റ് ആൻസർ ഏതാ വരിക? നോക്കിയേ, ഭരണഘടന നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉള്ളത്. ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രധാന കമ്മിറ്റിയാണ്, തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ശരിയാണ്. 1, 2 ശരിയാണേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു എന്നുള്ളത് ശരിയാ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി വരിക കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഭരണഘടന നിർമ്മാണ സഭയും ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, ശരിയാണോ? ശരിയാണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ശരിയാണ്. ഭരണഘടന നിർമ്മാണ സഭയിൽ ചർച്ചകൾ സുതാര്യമായിരുന്നു, ശരിയാണ്. 3 പ്രസ്താവനയും ശരി തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, കാനഡ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായത് ഏത്? ഏതാണ് ശരിയായിട്ട് വരിക? അർത്ഥ ഫെഡറൽ സമ്പ്രദായം ശരി, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം ശരി, നിർദ്ദേശത്വങ്ങൾ തെറ്റ്. അപ്പൊ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ചുവടെ ചേർക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? ചൂഷണത്തിനെതിരുള്ള അവകാശം ശരി, സാംസ്കാരികം വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ശരി, സ്വത്ത് സമ്പാദത്തിനുള്ള അവകാശം തെറ്റ്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇന്ത്യൻ സ്വാതന്ത്ര്യവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 27 റൈറ്റ് ആൻസർ ഏതാണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്, തെറ്റ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്നു. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം ശരി. പിന്നെന്താണ്? കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിച്ചു, തെറ്റ്. സിനിമാ താരങ്ങൾ ഇതിലെ ബ്രാൻഡ് അംബാസഡേഴ്സ്, ശരി. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഏതാണ് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? സെക്രട്ടറി ആന്റോണിയോ ഗുട്ടൻസ് ആണ്, ശരി. ഐക്യരാഷ്ട്രസഭയുടെ സർവ്വ സഖ്യത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്നു, ശരി. ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി, ശരി. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 2023 G20 ഉച്ചകോടിയും ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. G20 18ാമത് ഉച്ചകോടിയാണിത്, ശരിയാണ്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്, ശരിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണ്, തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. കണ്ണിലെ കോർണിയ വരണ്ട അതാര്യമാകുന്ന സിറോഫ്താൽമി എന്ന രോഗത്തിന് കാരണമാകുന്ന ഏറ്റവും വൈറ്റമിൻ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണ്. ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ആണ്. ഇനി പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വ്യാഹരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? ഏതാണ് രോഗം? 32 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി മലമ്പനിയാണ്. ഇൻസുലിൻ ഉൽപാദന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏത്? ഏതാണ്? ഓപ്ഷൻ സി പാൻക്രിയാസ് ആണ്. ഇന്ത്യയിലെ കാർഷിക ഉൽപാദനം വർദ്ധിക്കാൻ നിത്യഹരിത വനങ്ങൾ എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ പിന്നീട് റോക്കറ്റ് വരുന്നത് ആരാണ്? 35 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഋതു കരുതാലാണ് കേട്ടോ. പർവ്വത ആരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുതലുമായതിനാൽ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 37 എന്ന് പറയുന്നത് ചോദ്യം PSC ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിന്റെ ഭാഗമായി ലയിക്കുന്ന ഇത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ജലത്തിന്റെ ഭാഗമായിട്ട് ലയിക്കുന്നത്? ഓപ്ഷൻ ബി ക്ലോറോഫോം ആണേ. ഇനി 39 BCSI NF എന്നീ മൂലകങ്ങൾ അവയുടെ അലോഹ സമൂഹത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 39 റൈറ്റ് ആൻസർ വരിക. ഈ ചോദ്യം PSC ക്യാൻസൽഡ് ആണ്. 40ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 41